السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونؤمن به ونستغفره ونستهديه ونتوب إليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن سيدنا ونبينا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ياسين والقرآن الحكيم إنك لمن المرسلين على صراط مستقيم تنزيل العزيز الرحيم. لتنذر قوما ما أنذر آباؤهم فهم غافلون. لقد حق القول على أكثرهم فهم لا يؤمنون. إنا جعلنا في أعناقهم أغلالا فهي إلى الأذقان فهم مقمحون. وجعلنا من بين أيديهم سدا ومن خلفهم سدا فأغشيناهم فهم لا يبصرون. صدق الله مولانا العلي العظيم وصدق وبلغنا رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. ബഹുമാനരായ മുഅ്മിനീങ്ങളെ, സഹോദര സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മഹ്ദായ ഫദ്ല് കൊണ്ട് നമ്മെല്ലാവരെയും അവൻ ഇഷ്ടപ്പെട്ടവരിൽ അല്ലാഹു ചേർക്കട്ടെ. വിശുദ്ധമായ സൂറത്തു യാസീനിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ ഓതുകയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യുന്ന ഒരു സൂറയായതുകൊണ്ട് അതിൻ്റെ ആശയവും അർത്ഥമൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ പഠിച്ചിരിക്കണം. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മൾ യാസീൻ പഠിക്കാൻ ഒരുങ്ങാണ്. അല്ലാഹു തആല നമ്മുടെ ഇൽമിൽ അല്ലാഹു ബറക്കത്തും നമ്മുടെ അമലുകളൊക്കെ വർദ്ധിക്കാനുള്ള തൗഫീഖും അല്ലാഹു നമുക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സൂറത്തു യാസീൻ മഹാനായ അല്ലാമ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ തഫ്സീർ ഇബ്നു കസീറിൽ ഒരു ഹദീസ് ഉദ്ധരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, മൻ ഖറഅ യാസീൻ ഫീ ലൈലത്തിൻ അസ്ബഹ മഗ്ഫൂറൻ ലഹ്. ഈ സൂറത്ത് ആരാണോ രാത്രി ഓതുന്നത്, അസ്ബഹ മഗ്ഫൂറൻ ലഹു, നേരം പുലരുമ്പോഴേക്കും പാപങ്ങൾ പൊറുക്കപ്പെട്ടവരായി അല്ലാഹു അവർക്ക് പ്രഭാതം നൽകും എന്ന് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വമൻ ഖറഅ ഹാമീം അല്ലതി യുദ്കറു ഫീഹാ അദ്ദുഖാൻ യൗമ തഅതി അസ്സമാഉ ബിദുഖാനിൻ മുബീൻ എന്ന് പറഞ്ഞ ഹാമീം എന്ന് തുടങ്ങുന്ന സൂറത്ത്, ദുഖാൻ എന്ന് പരാമർശിക്കപ്പെട്ട ആ ഹാമീം അതാരെങ്കിലും ഓതിയാൽ അസ്ബഹ മഗ്ഫൂറൻ ലഹു, അയാൾക്കും നാളെ നേരം വരുമ്പോൾ അല്ലാഹു തആല പാപമോചനം നൽകിയിരിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇസ്നാദുഹു ജയ്യിദുൻ, അത് ശക്തമായ റിവായത്തുള്ള ഒരു ഹദീസാണ്. പാപങ്ങൾ പൊറുക്കപ്പെടലാണല്ലോ നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം. ഈ ലോകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ സെക്കൻഡിലും
ഒരു സെക്കൻഡ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു മണിക്കൂർ കഴിഞ്ഞാൽ, ഒരു ദിവസത്തിൻ്റെ പകലങ്ങ് കഴിഞ്ഞാൽ, ഒരു രാവ് കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്ന പടച്ചവനെ ചെയ്തു പോയ പാപങ്ങളൊക്കെ പുറത്തു തരണേ എന്നാണ്. അപ്പോൾ പാപങ്ങൾ പൊറുക്കപ്പെടാനുള്ള നിമിത്തമാണ് സൂറത്തു യാസീൻ രാത്രി ഓതുന്നത്, സൂറത്തു ദുഹാൻ രാത്രി ഓതുന്നത്. നേരം പുലരുമ്പോഴേക്കും പാപങ്ങൾ പൊറുക്കപ്പെടും. നമ്മൾ ഓതുന്ന ആളുകളുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യുക, ഈ ഹദീസുകൾ മനസ്സിലാക്കി വെക്കുക. ഇങ്ങനെയാണ് അതിൻ്റെ പുണ്യം. നമ്മൾ സ്ഥിരമായിട്ട് വിറുദിൻ്റെ ഭാഗമായി ഒരുപാട് സൂറത്തുകൾ ഓതുന്ന ആളുകളുണ്ടായിരിക്കും. യാസീനും തബാറക്കയും സൂറത്തുൽ വാഖിഅയും ദുഹാനും ഒക്കെ എന്നും ഓതുന്ന ആളുകളുണ്ടായി. അവർക്ക് നിലനിർത്തിപ്പോരെ ആ ഓതുന്ന ഇബാദത്തിന് ഇന്നൊക്കെ പുണ്യങ്ങളുണ്ടല്ലേ, ആ പറഞ്ഞ ഹദീസുകൾ കൂടെ നമ്മൾ എന്ത് ചെയ്യുക, മനസ്സിലേക്ക് കൊണ്ടുവരിക. ഇതാണതിൻ്റെ പുണ്യം. അസ്ബഹ മഗ്ഫൂറൻ ലഹു, നേരം പുലരുമ്പോൾ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്ത് കൊടുത്തിട്ടുണ്ടാവും. ആ ഭാഗ്യമൊക്കെ അല്ലാഹു നമുക്ക് നൽകട്ടെ. ജീവിതത്തിൽ പകർത്തി നിലനിർത്തിക്കൊണ്ടുവരാൻ അല്ലാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. പാപങ്ങൾ പൊറുക്കപ്പെടാനുള്ള വലിയൊരു നിമിത്തമാണ് ഈ യാസീൻ. രാത്രി ഓതിയാൽ ഇങ്ങനെയാണ്. ഇനി ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞൊരു ഹദീസ് മഹാനായ സ്വഹാബി ജുൻദുബ് ഇബ്നു അബ്ദില്ലാഹി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നുണ്ട്. മൻ ഖറഅ യാസീൻ ഫീ ലൈലത്തിൻ ഇബ്തിഗാഅ വജ്ഹില്ലാഹി ഗുഫിറ ലഹ്. അല്ലാഹുവിന്റെ വജ്ഹിന് വേണ്ടി യാസീൻ ഓതിയാൽ നേരം പുലരണം എന്ന് കാത്തിരിക്കേണ്ടി വരില്ല, അതിന്റെ മുമ്പേ അല്ലാഹു പാപമോചനം നൽകുമെന്നാണ്. ഇമാമുന അഹ്മദ് റളിയല്ലാഹു അൻഹു ഹദീസിന്റെ മഹാഗ്രന്ഥം ഉണ്ടാക്കിയിട്ടുണ്ട്, കമ്പൈൽ ചെയ്തിട്ടുണ്ട്. മുസ്നദ് ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു, അവരുടെ മുസ്നദ്. ആ മുസ്നദിൽ ഉദ്ധരിക്കുന്ന വളരെ അത്ഭുതകരമായ ഹദീസാണ് അൽ ബഖറത്തു സിനാമുൽ ഖുർആനി വദിർവതുഹു. സൂറത്തുൽ ബഖറ എന്ന് പറയുന്നത് സിനാമുൽ ഖുർആനി വദിർവതുഹു. സിനാം എന്നാൽ ഒട്ടകത്തിന്റെ ഹമ്പിനാണ്, പൂഞ്ഞയ്ക്കാണ് സിനാം എന്ന് പറയാൻ. ഒരു ഒട്ടകത്തിന്റെ വിലമതിക്കുന്നത്, ആ ഒട്ടകത്തിന്റെ സൗന്ദര്യം കണക്കാക്കപ്പെടുന്നത് ഒട്ടകത്തിന്റെ പൂഞ്ഞയുടെ അതിന്റെ ഹമ്പ് എന്നുള്ള പറയാം. അതിന് ഹമ്പായതുകൊണ്ട് റോട്ടിലെ സാധനത്തെ നമ്മൾ ഹമ്പ് എന്ന് വിളിക്കാൻ തുടങ്ങിയത്. ഒറിജിനൽ ഒട്ടകത്തിൻ്റെതാണ്. ആ ഹമ്പ് അതിൻ്റെ ഔന്നിത്യം അനുസരിച്ചാണ് ഒട്ടകത്തിൻ്റെ ഭംഗിയും അതിൻ്റെ നിലവാരമൊക്കെ. വിശുദ്ധ ഖുർആനിൻ്റെ ഭംഗി, അതിൻ്റെ ചമൽക്കാരം സൂറത്തുൽ ബഖറയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം, നസല മഅ കുല്ലി ആയത്തിൻ മിൻഹാ 80 മലക്കൻ. സൂറത്തുൽ ബഖറയുടെ ഓരോ ആയത്തിറങ്ങാനും 80ഓളം മലക്കുകൾ അതിനെ അകമ്പടി സേവിച്ചിട്ടുണ്ടെന്നും അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം. വസ്തുഖ്രിജത് അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. ആയത്തുൽ കുർസിയെ അല്ലാഹു തആല പുറപ്പെടുവിക്കുകയാണ് ഉണ്ടായത്. മിൻ തഹ്തിൽ അർശ്, അർശിന്റെ താഴെ നിന്ന് അല്ലാഹു എടുത്തതാണ് ആയത്തുൽ കുർസി. ഫൗസിലത് ബിഹാ, അങ്ങനെ അത് സൂറത്തുൽ ബഖറയോട് ചേർത്ത് വെച്ചതാണ്. ഇതൊക്കെ പറഞ്ഞിട്ട് നബി തങ്ങൾ പറയുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം, വയാസീൻ ഖൽബുൽ ഖുർആൻ. യാസീൻ ഖുർആനിന്റെ, അല്ലാഹുവിന്റെ കലാമിന്റെ ഹൃദയമാണ്, ഖൽബാണ്. യാസീൻ ഖുർആനിന്റെ ഖൽബാണ്. ഖൽബിലാണ് ഈമാനുള്ളത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തഖ്വ ഹാഹുന വഅശാറ ഇലാ സദ്രി. ഖൽബിലാണ്, ഹൃദയത്തിലാണ് തഖ്വയുണ്ടാവുക. ഖൽബിലാണ് ഈമാൻ കിടക്കുന്നത്. ഖൽബിലാണ് നമ്മുടെ അഖീദ കിടക്കുന്നത്. അർക്കാനുൽ ഈമാൻ മുഴുവൻ കിടക്കുന്നത് ഖൽബിലാണ്. ആ ഹൃദയത്തിന് സമാനമായ ഖുർആനിന്റെ ഭാഗമാണ് സൂറത്തു യാസീൻ. എന്നിട്ട് പറഞ്ഞു, ലാ യഖറഉഹാ റജുലുൻ യുരീദുല്ലാഹ വദ്ദാറൽ ആഖിറത ഇല്ലാ ഗുഫിറ ലഹ്. അല്ലാഹുവിന്റെ പ്രതിഫലവും നാളെ പരലോകത്ത് രക്ഷപ്പെടണമെന്നും ആഗ്രഹിച്ചുകൊണ്ട് ആര് സൂറത്തു യാസീൻ ഓതിയാലും അവർക്ക് പാപങ്ങൾ പൊറുക്കപ്പെടാതിരിക്കുകയില്ല. അല്ലാഹു പൊറുത്തു കൊടുക്കുക തന്നെ ചെയ്യും. വഖറഊഹാ അലാ മൗതാകും, നിങ്ങളിൽ മരിച്ചവരുടെ പേരിൽ നിങ്ങൾ യാസീൻ ഓതുക. വഖറഊഹാ, നിങ്ങൾ അതിനെ ഓതണം. അലാ മൗതാകും, മരിച്ചവരുടെ പേരിൽ നിങ്ങൾ യാസീൻ ഓതണം. ഒക്കെ ശിർക്കാണ്, കുഫറാണ്, പാടില്ല, ഹറാമാണെന്നൊക്കെ പറയുന്ന ആളുകൾ മഹാനായ ഇബ്നു കസീർ റളിയല്ലാഹു തആല അൻഹു അവരുടെ തഫ്സീറിൽ സൂറത്തു യാസീനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. അതൊന്നും കൊള്ളരുതാത്ത ഹദീസുകളാണെങ്കിൽ ഈ മഹാന്മാർ ഉദ്ധരിക്കൂല. അതുമാത്രമല്ല, അല്ലാമ നസായി റഹിമഹുല്ലാഹ്
ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. മുഹമ്മദ് ഇബ്നു അബ്ദുൽ അഅല അൻ മുഅ്തമർ ഇബ്നു സുലൈമാൻ, ആ റിവായത്തിലൂടെ മഹാനായ നസായി ഇമാമും ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. വഖറഊഹ അലാ മൗതാകും. നമ്മളൊക്കെ അങ്ങനെയാണ് ആഗ്രഹിക്കുന്നത്. പടച്ചോനെ, നമ്മളൊക്കെ പറയില്ലേ, നമ്മുടെ മക്കളൊക്കെ നന്നായിട്ട് മരിച്ചുപോയ വാപ്പാക്ക് ഒരു യാസീൻ ഓതുന്ന കുട്ടിയാവണം അല്ലേ? ഇതാ പറഞ്ഞെടുക്കുമ്പോൾ യാസീൻ ഓതേ, അതൊക്കെ കുഫ്റല്ലേ, ഒക്കെ ശിർക്കല്ലേ എന്ന് പറയും. സുബ്ഹാനല്ലാഹ്. ഇഖ്റഊഹ അലാ മൗതാകും. മരിച്ചുപോയവർക്ക് അത് ഓതി കൊടുക്കണം. എന്തേ? അതിന്റെ പുണ്യം ഓതുന്ന ആർക്കും കിട്ടാനും ആർക്ക് വേണ്ടി ഓതിയോ അവർക്കും കിട്ടാനും നിങ്ങൾ ഓതിയേക്കണം. അപ്പോ ഇതൊക്കെ വലിയ വലിയ മഹാന്മാര് പറഞ്ഞിരുന്നത് നമ്മൾ ഉദ്ധരിക്കുക മാത്രമാണ്. ഇഖ്റഊഹ അലാ മൗതാകും. ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസിൽ സൂറ യാസീൻ, അൽ ബഖറയെ കുറിച്ചും യാസീനെ കുറിച്ചും പറഞ്ഞ ഹദീസാണത്. പക്ഷെ നിങ്ങൾ അത് ഓതണം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം യാസീൻ, മഹാനായ മഅഖബ് ഇബ്നു അസാർ റളിയല്ലാഹു അൻഹു അതിനെ തഫ്സീർ ചെയ്തുകൊണ്ട് പറഞ്ഞു, യാസീൻ ഓതണം എന്നാണ് തങ്ങൾ പറയുന്നത്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ യാസീനൊക്കെ നമ്മൾ മരിച്ചയുടെ പേരിൽ ഓതുന്നുണ്ട്. അതിൻ്റെയൊക്കെ ബറക്കത്ത് കൊണ്ട് അവർക്ക് അല്ലാഹു പാപമോചനം നൽകി ഖബറിന്റെ ശിക്ഷയിൽ നിന്ന്, അദാബിൽ നിന്ന് അല്ലാഹു മോചനം നൽകുമാറാകട്ടെ. മരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ അടുത്ത് ഓതണം എന്നും ഹദീസ് വന്നിട്ടുണ്ട്. മരണം ആസന്നമായ ആളുകൾ, ഇനി ഹദീസ് വഴിയെ വരും. ചില മഹാന്മാർ ഈ ഹദീസിന് അങ്ങനെ അർത്ഥം കൊടുത്തവരുണ്ട്, കുഴപ്പമില്ല. قال بعض العلماء من خصائص هذه السورة, ഈ സൂറയുടെ പ്രത്യേകതകളിൽപ്പെട്ടതാണ് അന്നഹാ ലാ തുഖറഉ ഇൻദ അംരിൻ അസീരിൻ ഇല്ലാ യസ്റഹുല്ലാഹ്. ഏതൊരു പ്രയാസം വന്നാലും ആ പ്രയാസം നീക്കി അള്ളാഹു ആശ്വാസം തരുമെന്ന് ഈ സൂറയുടെ പ്രത്യേകതകളാണെന്ന് ഉലമാ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മളൊരു പ്രയാസം വന്നു, ഇപ്പോൾ ഗൾഫിലൊക്കെ ജീവിക്കുമ്പോൾ കാര്യമായ പ്രയാസം ജോലി സംബന്ധമായ ബുദ്ധിമുട്ടാണ് അല്ലേ? കൂടെയുള്ള മാനേജർ ജോലി പോകാൻ വേണ്ടി അങ്ങനെ എന്തോ ഓർക്കല്ലേ, അയാളെ കൊണ്ടാണ് ഇപ്പോൾ ഞാൻ കുടുങ്ങിയത്, മുമ്പ് 2 ജോലിക്ക് പോകാൻ വയ്യ. അതല്ല, ഓരോരുത്തരും അള്ളാഹു നൽകുന്ന റിസ്ക്കാണ്. നമുക്കൊരു പ്രയാസമുണ്ട്, റബ്ബേ ആ പ്രയാസം നീ എങ്ങനെയെങ്കിലും നീക്കിത്തരണം. സാമ്പത്തികമായൊരു ബുദ്ധിമുട്ട് വന്നു, മാനസികമായൊരു പ്രയാസം വന്നു, വേഗം യാസീൻ ഓതുക. അള്ളാഹുവിനോട് മുൻനിർത്തിയിട്ട് അള്ളാഹുവിനോട് ചോദിക്കുക, പടച്ചതമ്പുരാനെ നീ ഞങ്ങൾക്ക് പ്രയാസങ്ങൾ നീക്കിത്തരയണമേ. അതാണ് നമ്മുടെ നാട്ടിൽ നിലനിന്നു പോരുന്നത് അല്ലെ? ഏത് വിഷയത്തിലും യാസീൻ ഓതി ദുആ ഇരിക്കാന്ന് പറയില്ലേ? നമ്മൾ പറയും പടച്ചോൻ അൽ ഫാത്തിഹ, ഇതിപ്പോ ഉസ്താദ് ഖുൽ ഹുവല്ലാഹു ആണോ തുടങ്ങണത്, യാസീനാണോ? പടച്ച റബ്ബേ, യാസീനൊക്കെ തുടങ്ങിയാൽ കുടുങ്ങി പോകുമല്ലോ, അങ്ങനെ ചിന്തിക്കരുത്. നമ്മുടെ പ്രയാസങ്ങളൊക്കെ നീങ്ങിപ്പോവാനാണ്. മേലേതല പോയി യാസീൻ ഓതാൻ മാക്സിമം 10 മിനിറ്റ് മതി അല്ലേ? അത്രേ വേണ്ടു, 10 മിനിറ്റ്. നമ്മൾ മാനസികമായിട്ട് പ്രിപ്പയർ ആവണം. ഇങ്ങനത്തെ ഒരു മഹത്തായ സൂറയാണ് നമ്മൾ ഓതുന്നത്. ഒരുപാട് സ്ഥലങ്ങൾ നമ്മൾ ഓതുന്നുണ്ട്. അതങ്ങനെ നമ്മുടെ ആലിമീ ഇങ്ങനെ ചെയ്യുന്നുള്ളൂ അല്ലേ? അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ ഉലമാ ഈ സംഭവങ്ങളൊക്കെ കൊണ്ടു നടക്കുന്നുള്ളൂ. അതാണ് ഏറ്റവും വലിയ അത്ഭുതം. ഈ ഹദീസൊക്കെ എല്ലാവർക്കും ബാധകമാണ്. ആരാപ്പ യാസീൻ ഓതുന്നത്? യാസീൻ ഓതി ദുആ ചെയ്യണം. ലാ തുഖറഉ ഇൻദ അംരിൻ അസീരിൻ ഇല്ലാ യസ്റഹുല്ലാഹു തആല. അത് യാസീൻ ഏതൊരു പ്രയാസമുള്ള സമയത്ത് ഓതിയിട്ടുണ്ടോ ആ പ്രയാസം അല്ലാഹു നീക്കി തരുക തന്നെ ചെയ്യും. വകഅന്ന ഖിറാഅതഹാ ഇൻദൽ മയ്യിതി, മരണമാസന്നമാകുന്ന ആളിന്റെ അടുത്ത് യാസീൻ ഓതിയാൽ ലിതനസ്സുലിർ റഹ്മതി വൽ ബറക, അല്ലാഹുവിന്റെ റഹ്മത്തും ബറക്കത്തും ഇറങ്ങാനത് കാരണമാകും. മരണത്തിന്റെ ലക്ഷണങ്ങൾ ഇങ്ങനെ കണ്ടു തുടങ്ങി. ഡോക്ടർമാർ പറഞ്ഞു, ഇതാ ഈ ഓക്സിജൻ എടുത്തു മാറ്റിയാൽ, വെന്റിലേറ്ററിൽ നിന്ന് മാറ്റിയാൽ ആൾ മരിച്ചു പോകും, സമയമായിട്ടുണ്ട്, വേഗം യാസീൻ ഓതാ. പരിസരത്തുള്ള ആളുകൾ യാസീൻ ഓതാൻ തുടങ്ങണം. റൂഹ് ശരീരത്തിൽ നിന്ന് പുറപ്പെടുന്നത് എളുപ്പമാവാൻ വേണ്ടി സൂറത്ത് യാസീൻ അരികത്തുള്ളവർ ഓതി കൊടുക്കണം എന്ന് ഉലമാ പറയുന്നുണ്ട്. ആ വാക്കിന് നേരെ അർത്ഥം വെച്ചാൽ നിങ്ങളുടെ മരിച്ചുപോയവരുടെ പേരിൽ അവരുടെ മേൽ നിങ്ങളിത് ഓതി കൊടുക്കണം. അത് മരണം ആസന്നമായവർക്കും മരിച്ചു കഴിഞ്ഞവർക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് പറയുമായിരുന്നു, ലവദിത്തു അന്നഹാ ഫീ ഖൽബി കുല്ലി ഇൻസാനിൻ മിൻ ഉമ്മത്തി. മഹാനായ ഇമാം ബസ്സാർ റഹിമഹുല്ലാഹ് അവരുടെ ഹദീസ് ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയത്,
ലവദിത്തു ഞാൻ കൊതിച്ചു പോകുന്നു അന്നഹ ഈ സൂറ യാസീൻ ഫീ ഖൽബി കുല്ലി ഇൻസാനിൻ മിൻ ഉമ്മത്തി എൻ്റെ ഉമ്മത്തികളിലെ എല്ലാ ഓരോരുത്തരുടെയും ഹൃദയത്തിന്റെ ഉള്ളിൽ യാസീൻ ഒന്ന് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ കൊതിച്ചു പോകുന്നു. നമ്മൾ യാസീൻ മനഃപ്പാഠമാക്കണമെന്ന് തങ്ങൾ പറയാണത്. ആ പറഞ്ഞ രീതി നോക്കി ലവദിത്തു എൻ്റെ ആഗ്രഹം അതാണ് കേട്ടോ, എല്ലാവരുടെ ഹൃദയത്തിലും യാസീൻ ഉണ്ടാവണമെന്ന്. അപ്പൊ നമ്മൾ കുട്ടികളോട് യാസീൻ നീ പഠിച്ചേ പറ്റൂ, ഇല്ലെങ്കിൽ നാളെ 10 അടിയാണ്, അങ്ങനെയല്ല പറയേണ്ടത്. ലവദിത്തു മോനാ യാസീനൊക്കെ ഒന്ന് പഠിച്ചെടുത്താൽ അപ്പാക്ക് നല്ല സന്തോഷാവും കേട്ടോ, മോനത് പഠിക്കണം എന്നാണ് വാപ്പയുടെ ആഗ്രഹം. ലവദിച്ചു സ്നേഹത്തോടുകൂടെ പറയാ, എനിക്ക് കൊതി തോന്നുന്നുണ്ട് ഈ യാസീൻ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ കൊതിക്കുകയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് കേട്ട സ്വഹാബി മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല ലവദിച്ചു മനഃപ്പാഠമാക്കണം. കൂരിയുള്ള സൂറത്താണ്, ഒരുപാട് മഹത്വമുള്ള സൂറയാണ്, നിങ്ങൾ എന്തായാലും മനഃപ്പാഠമാക്കിയേ പറ്റൂ എന്ന് തങ്ങൾക്ക് പറയാം. പക്ഷേ തങ്ങൾ പറഞ്ഞത് എങ്ങനെ? ലവദിത്തു എനിക്ക് ആഗ്രഹമുണ്ട് എല്ലാവരും അത് പഠിക്കണമെന്ന്. ഇൻഷാ അല്ലാഹ് നമ്മളൊക്കെ മറന്നുപോയ ആളുകളൊക്കെ ഒന്ന് പൊടി തട്ടിയെടുക്കുക. അത് ദിവസവും ഓതിക്കഴിഞ്ഞാൽ അത് ഇൻഷാ അല്ലാഹ് അതിൻ്റെ പുണ്യം ജീവിതത്തിൽ മുജറബ അനുഭവിച്ചറിയാനുള്ളതാണ്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ പുണ്യം നമുക്ക് നൽകുമാറാകട്ടെ. ഇവിടെ ഏറ്റവും വലിയ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒന്ന് യാസീൻ ഓതുന്ന സമയത്ത് ധൃതി പിടിച്ച് ഓതരുത്. ഖുർആൻ ഒരിക്കലും ഒരിടത്തും ധൃതി പിടിച്ച് ഓതരുത്, എവിടെയായിരുന്നാലും. ഖുർആൻ ഒരു സദസ്സിൽ ഓതപ്പെടുകയാണ്, വാപ്പയുടെ ഉമ്മയുടെ ആണ്ടാണ്, അവരുടെ പേര് ദ്വാരക്കാൻ വേണ്ടി വന്നതാണ്. ഉസ്താദുമാർക്ക് വലിയ തിരക്കുണ്ടാവും. ചിലപ്പോൾ പെട്ടെന്ന് സ്പീഡിൽ ഉസ്താദ് ഓതിപ്പോയാൽ എന്ത് ചെയ്യണം? കൂടെയുള്ള ആളുകൾ മെല്ലെ ഒന്ന് ഉസ്താദിന് സൂചന കൊടുക്കുക, മെല്ലെ ഊതല്ല ഉസ്താദെ, നമ്മൾ സേവ് ചെയ്യുന്നത് ആകെ 2 മിനിറ്റ് ആയിരിക്കും. ഈ പടപടാന്ന് ഓതിയിട്ട് 2 മിനിറ്റിന്റെ വ്യത്യാസം ഉണ്ടാവുള്ളൂ. അപ്പൊ നമ്മളൊന്ന് സാവധാനത്തിൽ ഓതുക. ഖൽബുൽ ഖുർആനാണ്, ഖുർആനിന്റെ ഹൃദയമാണ്. സ്പീഡിൽ ഓതിയ യാസീൻ കിട്ടും, സ്ലോ ഓതിയ യാസീൻ പഴക്കും, അങ്ങനത്തെ ആൾക്കാരുണ്ടാവും അല്ലേ. സ്പീഡിൽ ഓതുകയാണെങ്കിൽ കറക്റ്റ് കിട്ടും, മെല്ലെ ഓതി ആകെ എല്ലാ മുബീനും പഴച്ചു പോകും. അപ്പൊ ഓതുന്നതേ സ്പീഡിലാണ്, അങ്ങനെ ഓതരുത്. മെല്ലെ ഉറച്ചിലിൽ ഖുർആന തർതീല ഇന്നാ സനുൽഖി അലൈക ഖൗലൻ സഖീലാ. നബിയെ, ഭാരമായ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഞാൻ ഇറക്കി തരാൻ പോകുന്നുണ്ട്. ഒരുപാട് ഭാരം അങ്ങേക്ക് ഇറക്കാൻ പോകുന്നുണ്ട് നബിയെ. അതിന് മുന്നോടിയായി വറത്തിലിൽ ഖുർആന തർതീല, ഈ ഖുർആനിനെ മനോഹരമായിട്ട് ഓതണം നബിയെ. എന്തേ? വരാനുള്ള ഭാരം നിങ്ങൾക്ക് ലഘൂകരിക്കപ്പെടും. വലിയ ഭാരം വരാൻ പോകുന്നുണ്ട്, ആ ഭാരം താങ്ങണമെങ്കിൽ ഖുർആൻ നേരെ ഓതിക്കോളി നബിയെ, മനോഹരമായിട്ട് ഓതണം. നബി തങ്ങളോട് ഖിതാബ്, തങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ. ഇനി നമ്മളോട് ഖിതാബ്, നമ്മളോട് പറയാം, ജീവിതത്തിലെ ഭാരങ്ങളൊക്കെ ഒന്ന് കുറയണമെങ്കിൽ ഖുർആൻ തർത്തീലാക്കി ഓതണം. നാട്ടിലെ ഉസ്താദന്മാരോടാണ് ഇപ്പോൾ ഇത് കാര്യമായിട്ട് പറയേണ്ടത്. യാസീന് വല്ലാത്ത സ്പീഡ്, ബാക്കിയുള്ളതൊക്കെ വളരെ സ്ലോയിൽ. ഇതൊന്ന് കഴിഞ്ഞു കിട്ടാൻ കുടുങ്ങണ പോലെ അങ്ങനെ ആയിപ്പോവരുത്. യാസീൻ മെല്ലെ ഓതാവും, സാവധാനമേ ഓതാവും. അതിൻ്റെ വഖഫുകളൊക്കെ ശ്രദ്ധിച്ചിട്ട് ഓതണം. പിന്നൊരു വിഷയം, ഒരു സൂറത്തിന്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കുമ്പോൾ, ഇപ്പൊ സാധാരണ ഖുർആനിൽ അഹ്ദുനാ ബിൽ ഖുർആൻ, നമ്മുടെ ഖുർആനുമായി നമ്മുടെ ബന്ധം ഏതാനും എണ്ണപ്പെട്ട സൂറകളിൽ ഒതുങ്ങിപ്പോവരുത്. ഖുർആൻ ഓതുന്നുണ്ട്, ഞാൻ യാസീൻ ഓതുന്നു, അൽ ബഖറ ഞാൻ യാസീൻ ഓതുന്നുണ്ട്, തബാറക് ഓതുന്നുണ്ട്, അൽ വാഖിഅ, സൂറത്തുൽ ദുഖാൻ, സൂറത്തുൽ ദഹ്ർ ഇതൊക്കെ ഓതുന്നു. പിന്നെ ബാക്കിയുള്ളതോ ഒന്നും പേറ നല്ല ഓതാറുണ്ട്. ഇപ്പൊ സാധാരണ അങ്ങനെയല്ല. ഖുർആനിൽ നിന്ന് നമ്മളുമായുള്ള ബന്ധം ഈ എണ്ണപ്പെട്ട സൂറത്തുകളിൽ ഒതുങ്ങരുത്. അത് വിർദകളുള്ള ആളുകൾക്ക് വരുന്ന ഒരു പ്രശ്നമാണ്. സ്ഥിരമായിട്ട് ഖുർആൻ ഓതുന്ന ആളുകൾ, പ്രത്യേകമായി സൂറത്തുകളൊക്കെ ഓതുന്ന ആളുകൾ, അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നും ഓതാൻ അവർക്ക് സമയം കിട്ടില്ല. എന്നാൽ ഒരൽപ്പം സൂറത്ത് സ്വാഫാത്ത് അങ്ങ് ഓതുക, സൂറത്ത് ഖാഫ്, എല്ലാം പുണ്യമുള്ളതാണ്. ചിലതിന്റെ ശ്രേഷ്ഠതകൾ അല്ലാഹു തആല പറഞ്ഞു തരുമ്പോൾ അതിലേക്ക് ഒതുങ്ങരുത്. എന്ത് ചെയ്യുക? അപ്പുറപ്പുറം ഖുർആൻ ഓതുക. അതുകൊണ്ടാണ് ഖുർആന്റെ ഏറ്റവും വലിയ അത്ഭുതം, ഖത്മുൽ ഖുർആൻ ചെയ്താൽ, ഖുർആൻ മുഴുവനും ഓതി പൂർത്തിയായി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം? സൂറത്തുൽ ഫാത്തിഹ തുടങ്ങി വെക്കണം എന്നാ. മിനൽ ജിന്നത്തി വന്നാസ് എന്ന് പറഞ്ഞ് പൂട്ടിപ്പോവരുത്. പിന്നെന്ത് ചെയ്യണം? ഒരു ഫാത്തിഹെങ്കിലും അൽ ബഖറയിൽ ഒരു 10 ആയത്തെങ്കിലും മിനിമം ഓതി വെക്കുക. ഞാൻ നിർത്തിയിട്ടില്ല കേട്ടോ, ഞാൻ ബാക്കിയും കൂടെ ഓതാൻ ഇനി വരും, ഞാൻ തുടങ്ങി വെക്കുകയാണ്. അതൊരു തഫാഉലാണെന്ന് പറയും. എന്ന പോലെ അള്ളാഹുവിന്റെ കലാമുമായുള്ള ബന്ധം നമ്മൾ ചില സൂറത്തുകൾ ഒതുക്കരുത്. ചില നിസ്കാരത്തിന് എപ്പോഴും ഖുൽ ഹുവല്ലാഹു അഹദ് ഇന്നാ ഇദാ ജാഅ നസ്റുല്ലാഹ്, ഇതിനപ്പുറത്തേക്ക് ഒന്നും ഓതൂല.
അങ്ങനെ ആയിപ്പോവരുത്. പല ഫ്ലേവറും ഉണ്ട് ഖുർആനിൽ, പല ടേസ്റ്റും കിട്ടുന്ന പോലെ ഓരോ സൂറത്തിനും ഓരോ മധുരമാണ്. ചില ആയത്തുകളുടെ രീതിയും അതിന്റെ വലുപ്പവും ലെങ്ത്തും കുറഞ്ഞതും കൂടുന്നതും ഒക്കെ വളരെ മനോഹരമായ മധുരിമ നൽകുന്നതാണ്. ഇതൊക്കെ ആസ്വദിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? 1-2 സൂറത്ത് മാത്രം പഠിച്ച് നിർത്തരുത്, ഒരുപാട് പഠിച്ചുകൊണ്ടിരിക്കുക. അതൊക്കെ നിസ്കാരത്തിലേക്ക് കൊണ്ടുവരിക, ജീവിതത്തിൽ പകർത്ത് അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഇമാമുന ഖുർത്തുബി റളിയല്ലാഹു തആല അൻഹു പറയാൻ, وذكر الآجري من حديث أم الدرداء عن النبي صلى الله عليه وسلم قال ما من ميت يقرأ عليه سورة ياسين إلا هون الله عليه. علامة ഖുർത്തുബി തങ്ങൾ ജവാമിഉൽ കലിമിൽ ബഹുമാനപ്പെട്ടവർ അവരുടെ തഫ്സീറിൽ ഉദ്ധരിക്കുകയാണ്, മാ മിൻ മയ്യിത്തിൻ, ഏതൊരു മയ്യിത്തും യുഖറഉ അലൈഹി സൂറത്തു യാസീൻ, സൂറത്തു യാസീൻ ഓതപ്പെട്ടാൽ ഇല്ലാ ഹവ്വനല്ലാഹു അലൈഹി, അവർക്ക് അല്ലാഹു ആശ്വാസം നൽകാതിരിക്കുകയില്ല. ആശ്വാസം അല്ലാഹു നൽകും. അതുകൊണ്ട് ഉമ്മയുടെ പേരിൽ ഒരു യാസീൻ ഓതുക, വാപ്പയുടെ പേരിൽ ഒരു യാസീൻ ഓതുക, അല്ലേ? മരിച്ചുപോയ വല്യമ്മാന്റെ പേരിൽ, വല്യപ്പാന്റെ പേരിൽ, മരിച്ച ഭർത്താവിന്റെ പേരിൽ, മരിച്ച ഭാര്യയുടെ പേരിൽ ഒരു യാസീൻ ഓതുക. അവർക്ക് ആശ്വാസമാവട്ടെ, അതവർക്ക് ഉപകരിക്കും, അവർക്ക് ഉപകാരം കിട്ടും, അല്ലാഹു ആശ്വാസം കൊടുക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസുകൾ ഖുർആൻ മുഫസ്സിരീങ്ങളോട് ഉദ്ധരിച്ചിട്ടുണ്ട്. അൻ ആയിഷ റളിയല്ലാഹു തആല അൻഹ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, ആയിഷ ബീവി പറയാൻ, ഇമാം തുർമിദി തങ്ങൾ നവാദിറുൽ ഉസൂൽ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണിത്. ഇന്ന ഫിൽ ഖുർആനി ലസൂറത്തൻ തശ്ഫഉ ലിഖാരിഇഹാ, വിശുദ്ധ ഖുർആനിൽ ഒരു സൂറത്തുണ്ട്, തശ്ഫഉ ലിഖാരിഇഹാ, അത് ഓതുന്ന ആൾക്ക് ആ സൂറത്ത് ശഫാഅത്ത് ചെയ്യും. അല്ലാഹുവേ, എന്നെ കൊണ്ടു നടന്ന ആളാ റബ്ബേ, യാസീൻ രാവിലെ വൈകുന്നേരം ഓതാറുള്ള ആളായിരുന്നു പടച്ചോനെ, അല്ലാഹുവേ അയാളെ നീ നരകത്തിലേക്ക് എറിയല്ല, എന്റെ ശഫാഅത്ത് നീ അയാൾ സ്വീകരിക്കണമേ എന്ന് ഈ സൂറത്ത് പറയും. വയഗ്ഫറു ലിമുസ്തമിഇഹാ, കേൾക്കുന്ന ആൾക്കും ആ സൂറ കാരണം പൊറുക്കപ്പെടും. കേൾക്കുന്ന ആള് ഒരു സദസ്സിൽ പോയിരുന്നു, മൈത്തിസ്കാരത്തിന് വന്നതാന്ന് വിചാരിക്കുക, ഇസ്ലാമിക് സെന്ററിൽ, അത് കഴിഞ്ഞിട്ട് യാസീൻ ഓതി ദ്വാരക്കാൻ, പടച്ചോനെ എനിക്ക് യാസീൻ അറിയില്ലല്ലോ, എന്നാലും ഇരുന്നൊന്ന് കേട്ടേക്ക്. കാണാതെ അറിയില്ല, മനപ്പാടില്ല, എന്നാലും മുസ്തമിഇഹ, ആ ഓതുന്നത് കേട്ടിരിക്കുക. ഓതാൻ കഴിയാത്ത ആളാണ്, പഠിച്ചിട്ടില്ല എന്ന് കേട്ടിരിക്കുക. ആ കേൾക്കുന്ന ആൾക്ക് പൊറുക്കപ്പെടുകയും ഓതുന്ന ആൾക്ക് ശഫാഅത്ത് ചെയ്യുകയും ചെയ്യുന്ന ഒരു സൂറ. ഇന്ന ഫിൽ ഖുർആനി ലസൂറത്തൻ, ഖുർആനിൽ അങ്ങനെ ഒരു സൂറയുണ്ട്, അലാ വഹിയ സൂറത്തു യാസീൻ, ആ സൂറക്ക് യാസീൻ എന്നാണ് പറയപ്പെടുന്നത്. തുദ്ആ ഫിത് തൗറാത്തി അൽ മുഇമ്മ, അല്ലാഹുവിന്റെ ഗ്രന്ഥമായ തൗറാത്തിൽ ഇതിന് സമാനമായ ഒരു പരാമർശം വന്നപ്പോൾ അല്ലാഹു ഈ യാസീനെ കുറിച്ച് പറഞ്ഞ ഭാഗം അൽ മുഇമ്മ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഖീല, നബി തങ്ങളോട് ചോദിച്ചു, യാ റസൂലല്ലാഹ് മൽ മുഇമ്മ, എന്താണ് മുഇമ്മ എന്ന് പറഞ്ഞാൽ? തഉമ്മ സാഹിബഹാ ബിഖൈരിദ് ദുനിയ, ഈ ലോകത്തെ സർവ്വ ഖൈറുകളും ഒരാൾക്ക് വ്യാപിച്ചു കൊടുക്കുന്ന, ഒരാൾക്ക് പരത്തി കൊടുക്കുന്ന, ഒരാളെ മുഴുവനും ഉൾക്കൊള്ളുന്ന, ആം എന്ന് പറയില്ലേ, പരസ്യമായത്, എല്ലാവരെയും ബാധിക്കുന്നത്, അങ്ങ് പൊതിയുന്നത്, ആ ഒരർത്ഥം ഈ യാസീന് അൽ മുഇമ്മ എന്ന് പറയപ്പെടാറുണ്ട്. യാസീനിൻ അദ്ദാഫിഅ, ബലാ മുസീബത്തിനെ തടുക്കുന്നത്, വൽ ഖാദിയ, നമ്മുടെ ഉദ്ദേശങ്ങളൊക്കെ നിറവേറ്റി തരുന്നത് എന്നർത്ഥത്തിൽ യാസീന് മുഇമ്മ എന്നും ദാഫിഅ എന്നും ഖാദിയ എന്നും പേരുണ്ടെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ നമ്മൾ ഓതുന്ന സൂറത്താണ്, ഇങ്ങനെയൊക്കെ പുണ്യമുള്ളൊരു സൂറത്താണെന്ന് മനസ്സിലാക്കുക. قال ابن عباس رضي الله تعالى عنه, അഥറാണ്, ഹദീസല്ല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റഈസുൽ മുഫസ്സിരീൻ, അഷ്റഫുൽ ഖൽഖ് തങ്ങളുടെ ഇബ്നു അമ്മാൻ, അവരുടെ ഇഷ്ടപ്പെട്ട സ്വഹാബിയാണ് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, അവരിത് പറയുന്നത് നബി തങ്ങളിൽ നിന്ന് കേട്ടതുകൊണ്ടോ അറിഞ്ഞതുകൊണ്ടോ ആണ് ഈ പറയുന്നത്. അതുകൊണ്ടാണ് സ്വഹാബത്തിന്റെ ഖൗലുകൾ ഹുജ്ജത്താണെന്ന് പറയാൻ കാരണം. ഒരു സ്വഹാബിയും താൻ ഇഷ്ടം പറയില്ല, നബി തങ്ങളിൽ നിന്ന് കേട്ടതോ അറിഞ്ഞതോ അവർ പറയുക. അവർ പറഞ്ഞു തരാണ് എന്ത്? മൻ ഖറഅ യാസീൻ ഹീന യുസ്ബിഹു, നേരം വെളുത്തപ്പോൾ യാസീൻ ഓതി. ഒന്നുമില്ല, വണ്ടിയിൽ പോവാണ്. നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ക്യൂ നിൽക്കുക എന്ന് പറഞ്ഞ ഏർപ്പാട് മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഖൈറാണ്.
നമ്മൾ എത്തിസാലത്തിൽ പോയി ഒരു ബില്ല് പേയ്മെന്റ് ചെന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്ലിയറൻസിന് നമ്മൾ എമിഗ്രേഷനിൽ ചെന്നു, ഒന്നുമില്ല, ഒരു ടോക്കൺ എടുത്തിട്ട് അരമണിക്കൂർ വെയിറ്റ് ചെയ്യേണ്ടി വരും, അല്ല ഒരു വിസ പ്രോസസ്സിങ്ങിന് പോയിരിക്കുകയാണ്. ഭയങ്കര ബോറൻ പരിപാടിയാണ് ഈ കാത്തിരിക്കുക എന്ന് പറഞ്ഞത്. അത് എയർപോർട്ട് കാത്തിരിക്കുകയാണെങ്കിലും റെയിൽവേ സ്റ്റേഷനിൽ കാക്കുകയാണെങ്കിലും എവിടെ കാത്തിരിപ്പ് വല്ലാത്ത മുഷിപ്പാണ് അല്ലേ. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു മുതൽക്കൂട്ടാണ്. അരമണിക്കൂറുണ്ടോ, യാ അല്ലാഹ് എനിക്ക് മിനിമം 4 യാസീനെങ്കിലും ഓതാലോ. അരമണിക്കൂറുണ്ടോ, ഞാനിതാ ഒരു നാരിയത്ത് സ്വലാത്ത് ചൊല്ലാണ്, അല്ലെങ്കിൽ ഞങ്ങൾ സ്വലാത്തുൽ ഇബ്രാഹിമിയ ചൊല്ലാണ്, അല്ലെങ്കിൽ ഞാൻ ആയത്തുൽ കുർസി ഓതുകയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ദിക്ർ ദുആഉൽ ഖർബ് ചൊല്ലുകയാണ്, സയ്യിദുൽ ഇസ്തിഗ്ഫാർ ചൊല്ലുകയാണ്, ഞാനൊരു അൽഹംദുലില്ലാ എന്നൊരു 100 പ്രാവശ്യം ചൊല്ലട്ടെ, ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരു 500 പ്രാവശ്യം. സമയമുണ്ടല്ലോ. ഈ ക്യൂവിൽ നിൽക്കുന്ന സമയത്ത് ആ സമയം ഉപയോഗപ്പെടുത്തുക. വാഹനത്തിലിരിക്കാൻ പെട്ടെന്ന് ട്രാഫിക് ജാം, അതൊക്കെ പ്രതീക്ഷിക്കാലോ. കുറെ സമയം സിഗ്നലിൽ വെയിറ്റ് ചെയ്യാൻ കുറഞ്ഞ നേരം കിട്ടിയിട്ടുണ്ട്, എന്നാൽ കുറച്ച് ദിക്റങ്ങ് ചൊല്ലിയേക്കാം. പ്രത്യേകിച്ച് നമുക്ക് ഒരുപാട് സൗകര്യങ്ങളുള്ള സമയമാണ്. ഖുർആന്റെ ഒക്കെ CD-കളോ അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ USB-കളൊക്കെ കിട്ടിയാൽ നമുക്ക് ഒരുപാട് സൂറത്തുകൾ ഇങ്ങനെ കേൾക്കാൻ പറ്റും. യാത്രയിൽ വാഹനമൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ വാഹനത്തിൽ ഒരുപാട് നമുക്ക് സമയം ഉപയോഗിക്കാൻ പറ്റും. കേട്ടുകൊണ്ട് ആ സമയം മുതലെടുക്കാൻ പറ്റും. സൂറത്ത് യാസീൻ രാവിലെ ഓതുകയാണ്, ഡ്യൂട്ടിക്ക് പോവാൻ, നടന്നു പോകണം, അല്ലെങ്കിൽ വാഹനത്തെ ഓടിച്ചു പോകണം, മിനിമം ഒരു 10 മിനിറ്റ് സമയമുണ്ട്. ആ പോകുന്ന പോക്കിൽ രാവിലെ എല്ലാം കഴിഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്, റൂമിൽ നിന്ന് ഇറങ്ങുകയാണ്, ഒരു യാസീൻ ഓത്, റൂമിലേക്ക് എത്തുമ്പോഴേക്കും യാസീനായി. അത് ഓതിക്കഴിഞ്ഞാൽ ഹീന യുസ്ബിഹു നേരം പുലരുമ്പോൾ യാസീൻ ഓതിയാൽ ഉഅ്തിയ യുസ്റ യൗമിഹി ആ ദിവസത്തിന്റെ ആശ്വാസം അയാൾക്ക് നൽകപ്പെടുമെന്ന് അല്ലാമ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഹീന യുംസി അയാൾ ആ വൈകുന്നേരം ആകുന്നത് വരെ. രാവിലെ നമ്മളൊക്കെ ഡ്യൂട്ടിക്ക് പോകാൻ ഈ ജോലി വലിയ ടെൻഷനാണല്ലോ, ഭയങ്കര ടെൻഷനാണ് എല്ലാവരുടെ ജോലി. ഞാൻ വിചാരിക്കും എൻ്റെ ജോലി ആയിരിക്കും ഭയങ്കര പ്രയാസമാണ്, കുട്ടികളെ പഠിപ്പിക്കലും സ്കൂളിലും. വേറെ അക്കൗണ്ടന്മാരെ നോക്കും, പഠിച്ചത് ഒരു അക്കന്മാരെ അവരുടെ ശമ്പളം പോയി പോകും. ഓരോരുത്തരുടെ ജോലിക്കും അതിൻ്റെതായ പ്രയാസങ്ങളുണ്ട്. ഒരു എഫ്തീരിയക്കാരൻ ചിന്തിക്കുന്ന പഠിച്ചവൻ എൻ്റെ അത്ര അതാപുള്ള ഒരു ജോലി ലോകത്തുണ്ടാവില്ല എന്നാ. ഒരു ഹൗസ് ഡ്രൈവർ ആയിരിക്കുന്ന ഒരു സാധു വിചാരിക്കുക, റബ്ബെ ഇങ്ങനെ കയറില്ലാതെ കെട്ടിയിടുന്ന ഏർപ്പാട് ഞാനല്ലാതെ ലോകത്ത് ഒരാളും അനുഭവിക്കുന്നുണ്ട്. ഓരോരുത്തരും ഇങ്ങനെ ചിന്തിക്കുക, എന്നെ പോലെ വേറെ ആരും ഉണ്ടാവില്ല, സത്യത്തിൽ ഓനെ പോലെ ഒരുപാട് ആൾക്കാരുണ്ട് എന്നാണ്. നമ്മളൊക്കെ ഈ ജോലിയിൽ ആശ്വാസം കിട്ടാൻ ആഗ്രഹിക്കുന്നവരാ. നേരം വെളുത്തൊരു വൈകുന്നേരം ആകുമ്പോഴേക്കൊന്ന് റാഹത്താവണം അല്ലേ. കൂടെയുള്ള കൊലീഗ്സ്, നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന ആളുകൾ, നമ്മുടെ സീനിയർ ലീഡർഷിപ്പ് ടീം, നമ്മുടെ ലൈൻ മാനേജേഴ്സ്, നമ്മുടെ ഓഫീസേഴ്സ്, നമ്മുടെ മേലെ ഉത്തരവാദിത്തമുള്ള ആളുകൾ, നല്ല പെരുമാറ്റം. നമ്മുടെ ജോലി മര്യാദയ്ക്ക് നമ്മൾ ചെയ്യേ പറ്റൂ കേട്ടോ. നമ്മൾ ജോലി ചെയ്യാതെ ഖുർആൻ ഓതാൻ പോയിരിക്കരുത്. ജോലി അള്ളാഹുവിന് വേണ്ടി ആ മുതലാളിയുമായി നമ്മൾ ഏറ്റെടുത്ത കരാറാണ്, അത് ചെയ്തുകൊണ്ടിരിക്കുക. ഖുർആൻ ഓദിക്കോ. ജോലി മാറ്റി വെച്ചിട്ട് നേരെ പള്ളിയിൽ പോയിട്ടിരിക്കുക, നിസ്കാരം കഴിഞ്ഞിട്ട് 2 മണിക്കൂർ കഴിഞ്ഞിട്ട് പിന്നെ എവിടെ നിസ്കരിക്കാൻ പറ്റൂല ഈ കമ്പനിയിൽ, നിസ്കരിക്കാൻ പറ്റും അങ്ങനെ ചോദിക്കുന്ന വളവന്മാരുണ്ട്. അതല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇബാദത്ത് ഇതിൻ്റെയൊക്കെ കൂടെ തന്നെ ചെയ്യാൻ പറ്റും. നമ്മൾ ഏറ്റെടുത്ത ഉത്തരവാദിത്വത്തിന് വിഘാതമായിട്ടൊന്ന് ചെയ്തുകൂടാ. നമ്മളെ ചെയ്യുന്ന ജോലി തന്നെ ഇബാദത്താണ്. നമ്മളെ ചെയ്യുന്ന ജോലി തന്നെ ഇബാദത്തല്ലേ, അള്ളാഹുവിന്റെ വജഹിന് വേണ്ടി മുന്നിട്ടിറങ്ങുകയാണ്. അപ്പൊ എപ്പോഴും നമുക്ക് ടെൻഷൻ ഉണ്ട്, റബ്ബേ ഇന്ന് ചെന്നിട്ട് ഒരു കാര്യമായ ഒരു ചീത്ത പറച്ചിലൊന്നും ഇല്ലാതെന്ന് രക്ഷപ്പെട്ട് കിട്ടണം. യാസീൻ ഓതിട്ട് പോയി നോക്കി. ജോലിക്ക് പോകുമ്പോൾ യാസീൻ ഓതുക, അല്ലെങ്കിൽ ഒരു ആയത്തുൽ കുർസി ഓതി പോവുക. യാസീൻ പരീക്ഷിച്ചു നോക്കി. നാളെ മുതൽ തുടങ്ങി. എന്തെങ്കിലും ടെൻഷനോ ബുദ്ധിമുട്ടുണ്ടാവാൻ വേണ്ടി കാത്തിരിക്കല്ലേ, അത് ഇല്ലാത്തവരും തുടങ്ങി. ഉള്ളവർ എന്തായാലും ഓതുക. ആ ഒരു പ്രഭാതത്തിൽ യാസീൻ ഓതി ഇറങ്ങിയാൽ സൂര്യൻ അസ്തമിക്കുന്നത് വരെ അല്ലാഹു തആല പ്രയാസങ്ങളൊക്കെ അയാളെ അകറ്റിത്തരും. വമൻ ഖറഅഹാ ഫീ സ്വദ്രി ലൈലതിഹി ഉഅതിയ യുസ്റ ലൈലതിഹി ഹത്താ യുസ്ബിഹ. രാത്രിയായി കഴിഞ്ഞ് യാസീൻ ഓതിയാൽ നേരം പുലരുന്നത് വരെ അല്ലാഹു ആശ്വാസം തരും. അല്ലാഹു ആശ്വാസം നമുക്ക് നൽകുമാറാകട്ടെ. യഹ്യ ഇബ്നു അബീ കസീർ റഹിമഹുല്ലാഹ് അവർ പറയാണ്, ബലഗനി ഒരുപാട് ആലിമീങ്ങളിൽ നിന്ന് എൻ്റെ അനുഭവം ഇങ്ങനെയാണ്. മൻ ഖറഅ സൂറ യാസീൻ, യാസീൻ ഓതുന്ന ആളുകൾ ലൈലൻ രാത്രി യാസീൻ ഓതി കഴിഞ്ഞാൽ ലം യസൽ ഫീ ഫറഹിൻ ഹത്താ യുസ്ബിഹ നേരം പുലരുന്നത് വരെ സന്തോഷം ഉണ്ടാകും. ഇപ്പൊ വീട്ടിൽ സന്തോഷമില്ലാത്ത ആളുകളുണ്ടാവും.
റൂമിൽ ചെന്ന സന്തോഷമല്ല. അങ്ങനെ ഈ വീട്ടിൽ സന്തോഷമില്ലാതിരിക്കുമ്പോഴാണ് ഒരുപാട് പുതിയാപ്പിളമാർ അല്ലെങ്കിൽ ഭർത്താക്കന്മാർ ഒരുപാട് സമയം വൈകി പുരയിലേക്ക് എത്തുന്നത്. നേരം വൈകി പുരയിലേക്ക് എത്താൻ ഒരു കാരണം അതാണെന്നാൽ അവിടെ ചെന്നിട്ട് എൻ്റെ പെണ്ണുങ്ങളുടെ മുഖം കാണണ്ടേ, അവളുടെ വർത്തമാനം കേട്ടാൽ എനിക്ക് തലപ്പിരാന്ത് വന്നു, അതുകൊണ്ട് കുറേ നേരം അവൾക്കൊന്ന് ഉറങ്ങാനാവട്ടെ, അപ്പം കയറി ചെല്ലാം. ഒരു സമാധാനം പുരയിൽ സമാധാനം ഇല്ലാത്തവർ നിരന്തരമായ പൊതുപ്രവർത്തനം ഇറങ്ങാറുണ്ട്. ചില പൊതുപ്രവർത്തകരിൽ അങ്ങനെ കാണാറുണ്ടെന്നാണ് ഒരു എസ്കേപ്പിംഗ് നേച്ചർ. എന്താ വെച്ചാൽ പുരയിൽ വല്ല സമാധാനമൊന്നുമില്ല, എന്നാൽ പിന്നെ നമ്മൾ KMCC ആയിട്ട് നടക്കുക. അങ്ങനെയല്ല, എല്ലാം വേണം. KMCC വേണം, പൊതുപ്രവർത്തനം വേണം, വീട്ടുകാരും നാട്ടുകാരും ഒക്കെ വേണം. എസ്കേപ്പ് ചെയ്യും പുരയിൽ സമാധാനം ഇല്ലാത്തതുകൊണ്ട്. മുഴുവൻ സമയം നാട്ടുകാരൊപ്പം പുരക്കാരൊപ്പം നിൽക്കാൻ തന്നെ പറ്റുന്നില്ല. അതൊക്കെ വലിയ പരീക്ഷണങ്ങളാണ്, അതൊക്കെ അതിജീവിക്കാൻ പറ്റണം. യാസീൻ ഓതി നോക്കുക, അതൊരു ശിഫാഇന്റെ കാരണമാണ്. വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ വലാ യസീദുൽ ളാലിമീന ഇല്ലാ ഖസാറാ. മുഅ്മിനീങ്ങൾക്ക് ആശ്വാസമായിട്ടും ഹൃദയത്തിന് ശാന്തിയായിട്ടും വിശുദ്ധ ഖുർആനിൽ ശിഫയായിട്ടും ഞാൻ ഇറക്കിയിട്ടുണ്ടല്ലോ. വലാ യസീദുൽ ളാലിമീന ഇല്ലാ ഖസാറാ. ദുൽമ ചെയ്യുന്നവർ, അല്ലാഹു പറഞ്ഞത് കേൾക്കാതെ നടക്കുന്ന ആളുകൾക്ക് പരാജയമേ അല്ലാഹു വരുത്തി വെക്കുകയുള്ളൂ. അവസാനം പരാജയത്തിലേക്കാണ്. എന്നാൽ മുഅ്മിനീങ്ങൾക്കോ എപ്പോഴും ശിഫയാണ്, എപ്പോഴും ആശ്വാസമാണ്, അവർക്ക് പ്രയാസമില്ല. ആ ആശ്വാസം കിട്ടാനുള്ള ഒരു കാരണം യാസീൻ ഓതലാണെന്ന് യഹ്യ ഇബ്നു അബീ കസീർ റഹ്മഹുല്ലാഹ്. നേരം വെല്ലുന്നവരെ വീട്ടിൽ സന്തോഷം ഉണ്ടാകും. വല്ലാഹു ജഅല ലക്കും മിൻ ബുയൂതികും സകന. നിങ്ങളുടെ വീടുകളിൽ ആശ്വാസം തരുന്നത് അല്ലാഹുവാണ്. വല്ലാഹു ജഅല ലക്കും, അല്ലാഹു നിങ്ങൾക്ക് ആക്കി തരാണ്. മിൻ ബുയൂതികും സകന, വീടിന്റെ ഉള്ളിൽ ആശ്വാസം തരുന്നത് അല്ലാഹുവാണ്. മനസ്സിലാക്കണം, വീട് വലിയ പെയിന്റ് അടിച്ചിട്ടൊന്നും പുരയിൽ സമാധാനം കിട്ടൂല. പുരയിൽ 4 ബെഡ്റൂം ഉണ്ട്, അതൊന്നുമല്ല സമാധാനത്തിന്റെ കാരണം. വല്ലാഹു അല്ലേ, അല്ലാഹുവാണ് നിങ്ങളെ ചിരിപ്പിക്കുന്നത്, അല്ലാഹുവാണ് കരയിപ്പിക്കുന്നത്. എന്തൊരു അത്ഭുതമുള്ള ആയത്താണ്. അല്ലാഹുവാണ് നിങ്ങളെ ചിരിപ്പിക്കുന്നത്, അല്ലാഹുവാണ്. ചിരിപ്പിക്കുക, സെൻസ് ഓഫ് ഹ്യൂമർ എന്ന് പറഞ്ഞ് ഭയങ്കര അത്ഭുതമാണ്. ഈ കൊമേഡിയൻസൊക്കെ അള്ളാഹുവിനോട് ഭയങ്കര നന്ദി ചെയ്യണമെന്ന് അവർ പറയുന്ന ഈ കോമഡി ജനങ്ങൾക്ക് തിരിയുന്നത് അള്ളാഹു ജനങ്ങളുടെ ബ്രെയിനിൽ ചെയ്ത പ്രോഗ്രാമിംഗ് കാരണത്താലാണ്. അല്ലെങ്കിൽ ഇവൻ തമാശ പറയുന്നു, ആർക്കും ചിരിക്കാൻ വരുന്നില്ല, എന്ത് ചെയ്യും? കൊമേഡിയൻസൊക്കെ പണി പൂട്ടി പോണ്ടി വരില്ലേ? അള്ളാഹുവാണ് ചിരിപ്പിച്ചത് എന്ന് പറഞ്ഞാൽ ചിരിക്കാനുള്ള ആശ്വാസത്തിനുള്ള വക തരുന്നത് ആരാ? അള്ളാഹു ജല്ല ജലാലുവാണ്. അപ്പൊ റബ്ബുമായുള്ള നമ്മുടെ ബന്ധം കൊണ്ടാണ് നമ്മുടെ പുരയിൽ ആശ്വാസം ഉണ്ടാവുക. അള്ളാഹുമായുള്ള ബന്ധം കൊണ്ടാണ് നമ്മുടെ പുരയിൽ സമാധാനവും ചിരിക്കാനും നമുക്ക് ആശ്വസിക്കാനും വകയുണ്ടാവുക. അങ്ങനെയാണ്. അതുകൊണ്ട് രാത്രി പുരയിൽ യാസീൻ ഓതിയാൽ നേരം പുലരുന്നത് വരെ അവർക്ക് ആ വീട്ടിൽ അല്ലാഹു സന്തോഷത്തിലാക്കും. വമൻ ഖറഅഹാ ഹീന യുസ്ബിഹ് ലം യസൽ ഫീ ഫറഹിൻ ഹത്താ യുംസിയ. രാവിലെ ഓതിയാൽ വൈകുന്നേരം വരെ സന്തോഷം, ഫറഹ് അല്ലാഹു നൽകും, സന്തോഷം തരും. വഖദ് ഹദ്ദസനി മൻ ജറബഹാ. ഇത് പരീക്ഷിച്ച ചില ആളുകൾ എന്നോട് ഇത് വിഷയം പറഞ്ഞിട്ടുണ്ട് എന്ന് മഹാനായ യഹ്യ ഇബ്നു അബീ കസീർ റഹ്മഹുല്ലാഹ് പറയാണ്. ഇമാം സഅലബി തങ്ങളും ഇബ്നു അത്തിയയും പറഞ്ഞു, വയസദ്ദിഖു ദാലിക തജ്രിബ. ഇത് അനുഭവമാണ് എന്ന് പറഞ്ഞു. ഇപ്പൊ വീട്ടിലൊന്നും സന്തോഷമില്ലാത്ത അവസ്ഥയാണ്. ഒന്ന് യാസീൻ ഓതി. നമ്മൾ ഇന്നലെ ദുബൈയിൽ ക്ലാസ് ഉണ്ടായിരുന്നു കുടുംബ വിഷയത്തെ സംബന്ധിച്ച്. അതിൽ വീട്ടിൽ സന്തോഷം ഉണ്ടാവാൻ ഉലമാവ് നിർദ്ദേശിക്കുന്ന ഒരു കാര്യം വീട്ടുകാർ ഒരുമിച്ചിരുന്ന് ഖുർആൻ ഓതുക എന്നാണ്. പുരക്കാർ ഒരുമിച്ചിരുന്ന് ഖുർആൻ ഓതുക. കുറച്ചു നേരം ഖുർആനിന്റെ 4/1 ഒരാഴ്ച കൊണ്ട് കംപ്ലീറ്റ് ചെയ്താൽ മതി, ഒരു മാസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്താൽ മതി. പക്ഷേ ഒരുമിച്ച് ഭാര്യയും ഭർത്താവും ഒരുമിച്ചിരുന്ന് എല്ലാം കൂട്ടി വെച്ചു, മറ്റ് എല്ലാ ഡിവൈസുകളും ക്ലോസ് ചെയ്തു. മൊബൈലൊക്കെ ചിലപ്പോൾ സ്വിച്ച് ഓഫ് ചെയ്യേണ്ടി വരും. അള്ളാഹുവിന് വേണ്ടി മാറ്റിവെച്ച് ഒരുമിച്ച് ഖുർആൻ ഓതുക. പുറകെ സന്തോഷം ഉണ്ടാവും. ഒരുമിച്ച് ദിക്ർ ചൊല്ലുക. വാപ്പ ദിക്റുണ്ട്, ഉമ്മ അവിടെ സീരിയലിന്റെ മുമ്പിൽ. അങ്ങനെയല്ല, രണ്ടുപേരും ഒരുമിച്ചിരുന്ന് അള്ളാഹുവിന് വേണ്ടി ദിക്ർ ചൊല്ലുക. ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക. സുന്നത്ത് നിസ്കാരങ്ങളും ഒരുമിച്ച് നിസ്കരിക്കുക.
ഇതൊക്കെ ഉണ്ടായാൽ വീട്ടിൻ്റെ ഉള്ളിൽ അള്ളാഹു ആശ്വാസം തരുന്നതാണ്. അള്ളാഹു നൽകുമാറാകട്ടെ. ഒരുപാട് പ്രയാസങ്ങൾ മക്കളെ ചൊല്ലി, മക്കളുടെ പെരുമാറ്റത്തെ ചൊല്ലിയൊക്കെ വിഷമിക്കുന്ന എത്രയോ കുടുംബങ്ങളുണ്ട്. അതിനൊക്കെ പരിഹാരം ഇതാണ്. സൂറ യാസീൻ വീട്ടിലോതുക. പാപ്പയും ഉമ്മയും ഒരുമിച്ചിരുന്ന് ഓതി, മക്കളെ ഓതാൻ പറ്റുന്ന മക്കളൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ കൂടെ ഇരുത്തിയിട്ട് ഒരു യാസീൻ ഓതുക. 10 മിനിറ്റല്ലേ വേണ്ടു. 5 മിനിറ്റ് 6 മിനിറ്റ് മാക്സിമം ഒരു 15 മിനിറ്റ് തന്നെ കൂട്ടിക്കോളൂ. അള്ളാഹുവിന് വേണ്ടി 24 മണിക്കൂർ എന്നൊരു 15 മിനിറ്റ് അള്ളാഹുവിന്റെ കലാമിന് വേണ്ടി നമുക്ക് മാറ്റിവെച്ചുകൂടെ? ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക. മഹാനായ ഇമാം സഅലബി തങ്ങളും ഇബ്നു അത്തിയ്യ തങ്ങളും പറയാണ്, ഇത് മുജറബ, ഇത് പരീക്ഷിച്ച് വിജയിച്ച് അനുഭവിച്ച സംഗതിയാണ്. അപ്പോ മിനിമം 2 യാസീനെങ്കിലും പോകാൻ നമുക്ക് ഏകദേശം തരപ്പെട്ട് കഴിഞ്ഞു. ഞാൻ വെറുതെ ചോദിക്കുകയാണ്, ഇന്ന് മഗ്‌രിബിന് ശേഷം ഒരു യാസീൻ ഓതിയ ആൾക്കാരും കൈപൊക്കിയാട്ടെ. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. മതി. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. അത് തുടർന്ന് കൊണ്ടുപോകാനും തുടങ്ങാത്തവർക്ക്, പറ്റാത്തവർക്ക് ഇനി അതിന് അവസരം ഉണ്ടാവാനും അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അത് നിലനിർത്തി കൊണ്ടുവരാം. അത് വലിയ സന്തോഷം. അത് നമ്മളിപ്പോൾ ഇങ്ങനെയൊക്കെ ജീവിക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇവിടുന്ന് അബുദാബിന്ന് ജോലിക്ക് മതിയാക്കി വല്ല തായ്ലാൻഡിലോ വല്ല കാലിഫോർണിയ എവിടെയെങ്കിലും പോയിട്ട് പെട്ടുകഴിഞ്ഞാൽ ഈ ബന്ധവും വിർദും ദിക്റുകളും സ്വലാത്തും ഖുർആനൊക്കെ നമ്മളങ്ങ് നിന്നുപോയാൽ അപ്പോഴാണ് ഇതിന്റെ വില മനസ്സിലാവുള്ളൂ. ഇപ്പൊ നമുക്കിത് അറിയില്ല. അതൊന്നും ഞാൻ ഡെയിലി ഓതുന്നുണ്ടല്ലോ. പക്ഷെ ആ ഓതുന്ന നിങ്ങൾക്ക് അള്ളാഹു നൽകുന്ന ആശ്വാസം എത്രയാണെന്ന് നഷ്ടപ്പെടുമ്പോഴാണ് മനസ്സിലാവുക. അതങ്ങ് നിന്നു കഴിഞ്ഞാൽ അപ്പോഴതിന്റെ വേദന മനസ്സിലാവുക. അള്ളാഹ്, ഞാൻ എന്തൊരു റാഹത്തിലായിരുന്നു, ഇപ്പൊ അതങ്ങ് നഷ്ടപ്പെട്ടപ്പോൾ സഹിക്കാൻ വയ്യല്ലോ. എപ്പോഴും ഏതൊരു വിഷയവും നഷ്ടപ്പെടുമ്പോഴാണ് ബോധ്യപ്പെടുക. വലിയ ആശ്വാസം അള്ളാഹു നമുക്ക് നൽകുന്നുണ്ടെന്നാണ്. ആ ആശ്വാസം നമ്മുടെ കുടുംബത്തിലും മക്കളിലും ഒക്കെ അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. മഹാനായ ഹദസന മുഹമ്മദ് ഇബ്ൻ അബി സ്വൽസ് അൻ ഉമർ ബിൻ സാബിത് അൻ മുഹമ്മദ് ഇബ്ൻ മർവാൻ അൻ അബി ജഅഫർ റഹിമഹുല്ലാഹ്. മഹാനായ അബൂ ജഅഫർ തങ്ങൾ ഒരുപാട് പ്രാക്ടിക്കലായ ശിഫാഇന്റെ മാർഗ്ഗങ്ങൾ നിർദ്ദേശിക്കുന്ന മഹാനാണ്. അഹ്ലു ബൈത്തിൽപ്പെട്ട മഹാനാണ്. ഖാല മൻ വജദ ഫീ ഖൽബിഹി ഖസാവതൻ, ഹൃദയത്തിൽ കാഠിന്യം ഒരാൾക്ക് തോന്നിയാൽ, ഹൃദയത്തിൽ ഭയങ്കര കാഠിന്യം, ഒരു ദയ തോന്നുന്നില്ല, ഉമ്മയോടും വാപ്പയോടൊന്നും ഒരു ആദരവും ബഹുമാനവും അവരോടൊരു സ്നേഹവും, വാപ്പാക്കും ഉമ്മാക്കൊക്കെ വിളിച്ച കാലം മറന്നിട്ടുണ്ട്. എന്നാൽ കൂട്ടുകാർക്കും ഭാര്യയ്ക്ക് ഇഷ്ടം പോലെ വിളിക്കുന്നുണ്ട്, ഉമ്മാക്കും വാപ്പാക്കും വിളിച്ചിട്ടേ ഇല്ല. കസാവത്തുണ്ടെന്ന ഹൃദയത്തിൽ എന്തോ ഒരു കാഠിന്യമുണ്ട് എന്നതിനർത്ഥം. കസുവത്ത് ഇതൊരു അസുഖമാണ്. ഹൃദയം ഉറച്ചു പോവുക, കരുണ തോന്നാതിരിക്കുക. ഞാൻ പറയാണ്, ഇപ്പൊ നമ്മൾ നമ്മുടെ ഈ കമ്മ്യൂണിക്കേഷൻ മീഡിയ, നമ്മുടെ പല മീഡിയകളും, നമ്മൾ ഫേസ്ബുക്കും മറ്റ് കിതാബുകളൊക്കെ അതിൻ്റെ ഭാഗമാണ്. ഇതിലൊക്കെ വളരെ കൊല ചെയ്യപ്പെടുന്ന ആളുകളുടെ ചിത്രങ്ങളൊക്കെ അങ്ങനെ പച്ചയിൽ ആളുകൾ ഫോർവേഡ് ചെയ്യും. വീഡിയോ, ഒരാളെ കൊല്ലുന്നതൊക്കെ വീഡിയോ എടുത്തിട്ട് കൊടുത്തുവിടും. ഒരു പണിയില്ലാത്ത മനുഷ്യന്മാരെ ഈ ഫോർവേഡ് ചെയ്യുന്നു. കിട്ടുന്നത് അത് ഡിലീറ്റ് ചെയ്ത് അങ്ങ് കൽബിന്റെ ഉള്ളിലെ കസുവത്ത്, ഹൃദയത്തിൽ കാഠിന്യം ഒന്ന് ഉറച്ചു കഴിഞ്ഞാൽ ഇതൊന്നും വിഷയമില്ലാതായിട്ട് മാറും. നിരന്തരമായി ഇപ്പോൾ വീഡിയോ ചാനലുകാർ, TV ചാനലുകാർ അവരത് ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. കിട്ടുന്നതൊക്കെ പുറത്തുവിടുന്ന കാലാണിത്. ഏതാണ് പുറത്തു വിടേണ്ടത്, മനുഷ്യന് കാണാവുന്നത്, ഏതാണ് കാണാൻ പാടില്ലാത്തത്, അങ്ങനെ ഒരു സെൻസർഷിപ്പ് എന്ന് പറഞ്ഞ ഏർപ്പാടേ ഇന്നില്ല. ഹൃദയങ്ങൾ കടുത്തു പോകുന്നതാണ്. ഹൃദയങ്ങൾക്ക് കാഠിന്യം വരും. ആ ഒരു നൈർമല്യവും ഹൃദയത്തിന്റെ ലോലതയും നഷ്ടപ്പെടും. മൻ വജദ ഫീ ഖൽബിഹി ഖസാവതൻ, മഹാനായ അബൂ ജഅഫർ റഹിമഹുല്ലാഹ് പറയാണ്, ഹൃദയത്തിൽ അങ്ങനെ കാഠിന്യമുള്ള ആളുകൾ, ഒരു ദയയും തോന്നുന്നില്ല, ഭയങ്കരമായ കാഠിന്യമുള്ള ആളുകൾ എന്ത് ചെയ്യണം? ഫൽയക്തുബ് യാസീൻ ഫീ ജാമിൻ ബിസഅഫറാനിൻ ثم യശ്റബു. സുബ്ഹാനല്ലാഹ്, നമ്മുടെ നാട്ടിലൊന്നും ഉണ്ടായിരുന്നു, ഇപ്പോൾ ഇല്ലാതായി പോയ സംഗതിയായത്. സൂറ യാസീൻ എഴുതുക. എവിടെ? ഫി ജാം. ജാം എന്ന് പറഞ്ഞ ഒരു സഫഹ, ഒരു പ്ലേറ്റിൽ. ബിസഅഫറാനിൻ, സഅഫറാൻ കുങ്കുമത്തിന്റെ പൊടിയെടുത്ത് കുങ്കുമം ഉപയോഗിച്ചുകൊണ്ട് യാസീൻ അങ്ങ് എഴുതുകയും ثم യശ്റബുഹു, അത് വെള്ളത്തിൽ ചാലിച്ചത് കുടിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് ഹൃദയത്തിന്റെ കാഠിന്യം അള്ളാഹു ഒഴിവാക്കി കൊടുക്കുമെന്ന് മഹാനായ അബൂ ജഅഫർ റഹ്മത്തുള്ളാഹി തആല അലൈഹി അവരോട് വരുന്ന രോഗികളോട് നിർദ്ദേശിക്കുമായിരുന്നു. അപ്പൊ നമ്മളൊന്നും ഇതൊന്നും ഇപ്പൊ അടുത്ത കാലത്ത് നമ്മുടെ കേരളക്കാരുണ്ടാക്കിയതാണ് അങ്ങനെ മനസ്സിലാക്കരുത്. ഇത്തരം വിഷയങ്ങൾ ചർച്ചയ്ക്ക് വരാത്തതിന്റെ പേരിൽ, അല്ലെങ്കിൽ ഇതൊന്നും മനസ്സിലാവാത്തതിന്റെ പേരിലോ നമ്മൾ അറിയാറില്ല. സഅഫറാൻ കൊണ്ട് ഖുർആൻ ഓതി കുടിക്കുക എന്ന് പറയുന്നത് ശിഫാഇന്റെ ഒരു മാർഗമാണ്.
അത് ഷിഫായിന്റെ ഒരു കാരണമാണ്. നമ്മുടെ മുൻഗാമികളൊക്കെ അത് ചെയ്തിട്ടുണ്ട്. ഇത് ചെയ്യാൻ കാരണം മഹാന്മാർ ഇത് ചെയ്യാൻ നിർദ്ദേശിച്ചത് കൊണ്ടാണ്. യാസീൻ, വിശേഷിച്ചും യാസീൻ ജഅഫ്റാന് കൊണ്ട് എഴുതി അത് തുമ്മ യശ്റബു, അത് കുടിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് ആ വിശുദ്ധ വചനങ്ങളുടെ മഹത്വം കൊണ്ട് അല്ലാഹു തആല ഹൃദയത്തിന്റെ ഖസാവത്ത് നീക്കിക്കൊടുക്കും എന്ന് പറഞ്ഞത് മഹാനായ അല്ലാമ അബൂ ജഅഫർ റഹ്മത്തുള്ളാഹി തആല അലൈഹി. ഇത് ഇമാം തുർമിദി റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിച്ചിട്ടുണ്ട്. ഹദീസ് പണ്ഡിതനാണ് ഇമാം തുർമിദി തങ്ങൾ നവാദുൽ റസൂൽ ഉദ്ധരിച്ചിട്ടുള്ള സംഭവമാണ്. അപ്പം അങ്ങനെയൊക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കുക. നമ്മൾ നിഷേധിക്കാൻ പോകരുത്. ഏതൊരു കാര്യം നിഷേധിക്കുക, ഇല്ലാത്തതാണ്, അത് കളവാണ്, നുണയാണ്, ഇതൊക്കെ പറയാൻ ഒരുപാട് തവണ ആലോചിക്കണം. പെട്ടെന്ന് പറയാൻ പാടില്ല. അങ്ങനെ പെട്ടെന്ന് എടുത്തു ചാടി പറയരുത്. അത് വെറുതെ പണ്ഡിതന്മാരുണ്ടാക്കുന്നതാണ്. അങ്ങനെയൊക്കെ പറയാൻ എങ്ങനെ ധൈര്യം വരിക എന്നാണ് എനിക്ക് ആലോചിക്കുന്നത്. ഒരു വിഷയത്തെ നിഷേധിക്കണമെങ്കിൽ ആ വിഷയവുമായി ചുറ്റിപ്പറ്റിയ ഒരുപാട് ഇൽമ് വേണം. അതിൻ്റെ കൗണ്ടർ ആർഗ്യുമെന്റ്സ്, അതിൻ്റെ ഉലമാഇന്റെ ബലാബലങ്ങൾ, ഫുഖഹാഇന്റെ അഭിപ്രായങ്ങൾ, ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് ഒരു വിഷയത്തെ നിഷേധിക്കാൻ പാടുള്ളൂ. ഇതൊന്നും അന്ധവിശ്വാസം പ്രചരിപ്പിക്കുക എന്നും പറയരുത്. അതല്ല ഇതൊക്കെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. ഇതൊക്കെ അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ അഖീദയുടെ ഭാഗമാണ്. ഇതിലൊന്നും പ്രയാസമില്ല. ഒരാൾക്ക് തോന്നുന്നു എനിക്ക് പറ്റില്ല, നീ ചെയ്യേണ്ട, അത്രയേ ഉള്ളൂ. എനിക്കതാവില്ല, സാരില്ല കുട്ടി, സാരല്ല സഹോദര, നിനക്കാവില്ലെങ്കിൽ വേണ്ട, ആയിക്കോട്ടെ, ആവുന്നവർ ചെയ്തോട്ടെ. ഖുർആനിനുണ്ട് ഇങ്ങനെ ഒരു ചികിത്സാ രീതി ഉണ്ട്. അത് വേറെയും ഒരുപാട് വരും. നീ സൂറത്തുൻ നാസ് ഒക്കെ പഠിക്കുന്ന സമയത്ത് സൂറത്ത് ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് അതിന്റെ ചർച്ചയിൽ ആ 2 സൂറത്തുകളും വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി ഒരുപാട് ചികിത്സാ രീതികൾ പറഞ്ഞിട്ടുണ്ട്. ഒക്കെ നമ്മുടെ ആലിമീങ്ങൾ പറഞ്ഞു വെച്ച സംഗതികളാണ്. ഇൻഷാ അല്ലാഹ് ആ സൂറത്തൊക്കെ വരുന്ന സമയത്ത് നമുക്ക് വഴിയെ ചർച്ച ചെയ്യാം. മഹാനായ حدثنا أسرم بن حوشب عن بقية بن الوليد عن المعتمر بن أشرف عن محمد بن علي قال قال رسول الله صلى الله عليه وسلم القرآن أفضل من كل شيء دون الله. അള്ളാഹുവിന്റെ ദാത്ത് കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായത് അള്ളാഹുവിന്റെ കിതാബാണ്. ദീർഘമായൊരു ഹദീസാണ്. ഇതിനു മുമ്പ് നമുക്കൊന്ന് സ്വലാത്ത് ചൊല്ലാം. സ്വല്ലു അലൻ നബി മുഹമ്മദിൻ വആലിഹി അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. القرآن أفضل من كل شيء دون الله. അള്ളാഹുവിന്റെ ദാത്ത് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠമായത് അള്ളാഹുവിന്റെ കലാമാണ്. കാരണം അള്ളാഹുവിന്റെ സിഫത്തുകളിൽ പ്രധാനപ്പെട്ട അള്ളാഹുവിന്റെ സിഫാത്തിൽ അസലിയിൽപ്പെട്ട റബ്ബിന്റെ സിഫത്താണ് അള്ളാഹുവിന്റെ കലാം. അള്ളാഹുവിന്റെ കലാം ഏറ്റവും ശ്രേഷ്ഠമാണ്. വഫദ്ലുൽ ഖുർആനി അലാ സായിരിൽ കലാം കഫദ്ലില്ലാഹി അലാ ഖൽഖിഹി. അള്ളാഹുവിന്റെ കലാമും മറ്റൊരുപാട് ആളുകളുടെ കലാം എന്ന് പറഞ്ഞാൽ സംസാരം, ഖുർആനല്ലാത്ത ബാക്കി എല്ലാം മാറ്റിവെച്ച് ഖുർആനിനെ നമ്മൾ നോക്കിയാൽ ഖുർആനും അതല്ലാത്ത വർത്തമാനങ്ങളും തമ്മിലുള്ള വ്യത്യാസം അള്ളാഹുവും അവന്റെ സൃഷ്ടികളും തമ്മിലുള്ള വ്യത്യാസമാണ്. ഇനി മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിന്റെ കലാമിനെ, ഖുർആനിനെ ആരെങ്കിലും ബഹുമാനിച്ചാൽ ഫഖദ് വഖറ അല്ലാഹ്, അവൻ അള്ളാഹുവിനെയാണ് ബഹുമാനിച്ചത്. അള്ളാഹുവിന്റെ കലാമിനെ ബഹുമാനിച്ചാൽ അവൻ അള്ളാഹുവിനെയാണ് ബഹുമാനിച്ചത്. ഇപ്പോ ഖുർആൻ ലാ യമസ്സുഹു ഇല്ലൽ മുതഹ്ഹറൂൻ, ശുദ്ധിയുള്ള ആളുകളല്ലാതെ ഖുർആൻ തുടരുത്. ശുദ്ധി എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ ടെർമിനോളജിയിൽ വുളു ഉള്ള ആളുകൾ, അത് ചെറിയ അശുദ്ധിയുള്ള ആളുകൾക്ക് വുളു വേണം, വലിയ അശുദ്ധിയുള്ള ആളുകൾ ജനാബത്ത് കുടിച്ച് ശുദ്ധി വരുത്തണം, അവരെ ഖുർആൻ തൊടാവൂ. പിന്നെ ഒരു എക്സ്ക്യൂസ് പറയും. ഇപ്പോ മുതഅല്ലിം, പഠിക്കാൻ ഉദ്ദേശിക്കുന്ന കൊച്ചുമക്കൾ 40 വയസ്സായിട്ട് പഠിക്കാൻ ഒരുങ്ങിയതാ, അവരൊക്കെ ഒതു കൊടുത്തിട്ടേ തൊടാൻ പാടുള്ളൂ. പ്രായപൂർത്തിയായ പെൺകുട്ടികളാണ്, അവരുടെ പീരീഡിന്റെ സമയത്താണ്, ഖുർആൻ തൊടാൻ പാടില്ല. പഠിക്കാൻ വേണ്ടി ഒരു എക്സ്ക്യൂസ് ഉണ്ട്. അതൊക്കെ പെട്ടെന്ന് നമ്മളൊക്കെ സാധാരണഗതിയിൽ മൊത്തത്തിൽ പറഞ്ഞു വരാറുണ്ട്. ആർക്കും ഖുർആൻ പഠിക്കുന്ന കുട്ടികൾക്ക് തൊടാലോ. ആരായി തൊടുന്നത്? ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടി, അഫ്ദൽ ഉലമക്ക് പഠിക്കുന്ന കുട്ടിയോട് പഠിപ്പിക്കുന്ന ഉസ്താദ് പറഞ്ഞു കൊടുക്കുക, എന്ത് ഖുർആൻ എടുത്ത മോൾ അതിനൊന്നും കുഴപ്പമില്ല, പഠിക്കാൻ വേണ്ടി. ദറൂറത്തായ വിഷയം, അവളുടെ ദീനിൽ അവൾക്ക് അത്യാവശ്യമായൊരു വിഷയം പഠിച്ചെടുക്കണം. അങ്ങനത്തെ ഒരു സ്റ്റേജിലാണ് ആ പെൺകുട്ടി. അപ്പോഴേ അവർക്ക് വുളു ഇല്ലാതെ തൊടാൻ ഒരു
ചാൻസ് അല്ലെങ്കിൽ ഒരു എക്സ്ക്യൂസ് ഉലമാ നൽകുന്നുള്ളൂ. അതല്ല, അത് പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ട് പഠിച്ചെടുക്കേണ്ട വിഷയമുള്ളൂ. ഖുർആൻ തൊടണ്ട മോളെ, തൊടാൻ പറ്റില്ല. ലാ യമസ്സുഹു, ഇത് ഖുർആനോട് കാണിക്കുന്ന ബഹുമാനം. അതൊക്കെ ആരേതൊക്കെ പറഞ്ഞത് എന്നൊക്കെ ഖുർആനിന്റെ ലാഘവത്തിൽ കാണുന്നത് അള്ളാഹുവിനെ കേൾക്കുന്നതിന്റെ തുല്യമാണ്. ഇത് അള്ളാഹുവിന്റെ കലാമാണ്, റബ്ബിന്റെ കലാമാണത്. ഖുർആൻ പൊടി പിടിച്ച് കിടക്കരുത്, ഖുർആൻ പൊടി പിടിച്ച് കിടക്കരുത്. വീടുകളിലൊക്കെ ശ്രദ്ധിക്കണം. റമദാൻ കഴിഞ്ഞ് എടുത്തു വെച്ചതാണ്, ഇനി അടുത്ത റമദാൻ വരുമ്പോൾ ആലോചിക്കാം. അങ്ങനത്തെ അവസ്ഥ വരരുത്. ലാ യമസ്സുഹു ഇല്ലൽ മുതഹ്ഹറൂൻ. ഈ കലാമിനെ ബഹുമാനിക്കുന്നത് അള്ളാഹുവിനെ ബഹുമാനിക്കുന്ന തുല്യമാണ്. ഫഖദ് വഖറല്ലാഹു വമൻ ലം യുവഖിറിൽ ഖുർആൻ ലം യുവഖിറില്ലാഹ്. അള്ളാഹുവിനെ ഖുർആനെ ബഹുമാനിക്കാത്തവർ അള്ളാഹുവിനെ ബഹുമാനിച്ചില്ല. വഹുർമത്തുൽ ഖുർആനി ഇൻദല്ലാഹി കഹുർമത്തിൽ വാലിദി അലാ വലദിഹി. അള്ളാഹുവിന്റെ ഖുർആനിന് റബ്ബിന്റെ അടുത്തുള്ള മഹത്വം ഏതുപോലെ എന്നറിയുമോ? കഹുർമത്തിൽ വാലിദി അലാ വലദിഹി. ഒരു കുട്ടിക്ക് തന്റെ പിതാവിന്റെ മഹത്വം എത്രയാണോ, ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം പിതാവിന്റെ മഹത്വം എത്രയാണോ അതുപോലെയാണ് അള്ളാഹുവിന്റെ കലാമിന് അള്ളാഹുവിന്റെ അടുത്തുള്ള മഹത്വം. യാ അല്ലാഹ്, ഹുർമത്തുൽ ഖുർആനി ഇൻദല്ലാഹ്. ഇവിടെ മനസ്സിലാക്കേണ്ടത് ആ ഉദാഹരണമാണ് വലിയ അത്ഭുതം. +2 പഠിക്കുന്ന മക്കളോട് വർത്തമാനം പറയാൻ പേടിയുള്ള വാപ്പന്മാരും ഉമ്മമാരുള്ള കാലാണിത്. അവരോട് മിണ്ടാൻ പറ്റില്ല. സ്വന്തം മോനാണിത്. കൈപിടിച്ച് നടക്കാൻ വയ്യാതെ ചെറിയ കുഞ്ഞായിരുന്ന കൈക്കുഞ്ഞായി വളർത്തിക്കൊണ്ടുവന്ന കുഞ്ഞിന്, ആ കുഞ്ഞ് വലുതായി ജീവനും ശരീരവും പുഷ്ടിയും മസിലൊക്കെ ഉണ്ടായി വന്നാൽ കുഞ്ഞിന് വാപ്പയുടെ മഹത്വം എത്രയാണെന്ന് മനസ്സിലാവുന്നില്ല, ഉമ്മയുടെ മഹത്വം എത്രയാണെന്ന് അറിയുന്നില്ല. വാപ്പയുടെ ഒരു നിർദ്ദേശമോ അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒരു വിഷയം, ദീനിന് എതിരല്ലാത്തൊരു വിഷയം ഉമ്മയോ വാപ്പയോ നിർദ്ദേശിച്ചാൽ അത് സ്വീകരിക്കാൻ നമ്മൾ കടപ്പെട്ടവരാണ്. We have no choice but to listen to them. ഇത് നമ്മുടെ മാതാപിതാക്കൾക്ക് വകവെച്ചു കൊടുക്കേണ്ട, മാതാപിതാക്കൾക്ക് അള്ളാഹു നൽകിയ അവകാശമാണ്. ഒരു കുട്ടിയും സ്വന്തം വാപ്പയോട് എതിർത്ത് സംസാരിക്കരുത്. ഒരു കുഞ്ഞും ഒരു ഉമ്മയോട് എതിർത്ത് സംസാരിക്കരുത്. വിശുദ്ധ ഖുർആനിന്റെ മഹത്വം പറയാൻ അള്ളാഹു ഉദാഹരണം പറഞ്ഞത്, ഒരു കുഞ്ഞിന് വാപ്പയുടെ മഹത്വം എത്രയാണോ, ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം വാപ്പയുടെ മഹത്വം എത്രയാണോ അതുപോലെയാണ് അള്ളാഹുവിന്റെ അടുത്ത് ഖുർആനിന്റെ മഹത്വം. അപ്പൊ എത്രയാ മാതാപിതാക്കളെ മക്കൾ മനസ്സിലാക്കേണ്ടത്. ഞാൻ പറയാം, നമ്മളൊക്കെ എഴുന്നേറ്റ് പോയിട്ട് ഇവിടെ കുറെ ഈ +2 ഡിഗ്രിക്കും പഠിക്കുന്ന മക്കളെ ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തേണ്ടത്, അവരോട് അതൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടത്. അവർ പോലെ ഗെയിം കളിച്ചിരിക്കേണ്ടാവും പോരക്ക് അല്ലേ? അവരിത് കേൾക്കുന്നില്ല, അറിയുന്നില്ല, നമ്മൾ കേൾപ്പിച്ചു കൊടുക്കുന്നില്ല, അതിന് അവസരവും കൊടുത്തിട്ടില്ല. വാപ്പയുടെ മഹത്വം എത്രയാ, ഉമ്മയുടെ മഹത്വം എത്രയാ അവർക്ക് അറിയൂല. എന്നിട്ട് ഉമ്മാക്ക് അവളോട് പറയാൻ പേടി, മോളോട്. വാപ്പാക്ക് മോനോട് സംസാരിക്കാൻ പേടി. ആരാ ഇത്? സ്വന്തം മോൻ, സ്വന്തം മക്കളോട്, ഒരു 12, 13, 14 years old ഇവരോട് സംസാരിക്കാൻ സ്വന്തം ഉമ്മാക്കും വാപ്പാക്കും ധൈര്യമില്ല. പിന്നെ ഇപ്പൊ ആരവർക്കൊക്കെ പറഞ്ഞു കൊടുക്കുക? ഹുർമത്ത് മനസ്സിലാക്കുന്നില്ല. ഈ ബഹുമാനമാണ് ദീനിന്റെ അസുല്, ഈ ആദരവാണ് ഇസ്ലാമിന്റെ അസുല്. ഇതാണ്. ഇത് തകർത്തിക്കളഞ്ഞാൽ പിന്നെ ലോകത്ത് ദീനിന്റെ അടിസ്ഥാനം നഷ്ടപ്പെട്ടു പോകും. ഹുർമത്ത് ചെയ്യുക, അല്ലാഹുവിന്റെ കലാമിനെ ഹുർമത്ത് ചെയ്യുക. അൽ ഖുർആനു ശാഫിഉൻ മുശഫഉൻ. ഖുർആൻ ശഫാഅത്ത് ചെയ്യും, മുശഫഉൻ, ആ ശഫാഅത്ത് അല്ലാഹു തആല സ്വീകരിക്കുകയും ചെയ്യും. ആ ശഫാഅത്ത് അല്ലാഹു തആല സ്വീകരിക്കുകയും ചെയ്യും. യാ ഹമലത്തൽ ഖുർആൻ ഇസ്തജീബൂ ലിറബ്ബികും ബിതൗഖീരി കിതാബിഹി യജിദുകും ഹിബ്ബാ. ശുദ്ധ ഖുർആൻ മനപ്പാഠമാക്കിയവരും പഠിച്ച ആളുകളും അല്ലാഹുവിന് ഉത്തരം ചെയ്യണം, അല്ലാഹുവിന് ഉത്തരം ചെയ്യണം. യജിദുകും ഹിബ്ബാ, അല്ലാഹുവിന്റെ സ്നേഹം നിങ്ങൾക്ക് അവൻ വർദ്ധിപ്പിച്ചു തരും. വയുഹബ്ബിബുകും ഇലാ ഇബാദിഹി, അല്ലാഹുവിന്റെ സൃഷ്ടികളുടെ മനസ്സിൽ നിങ്ങളോട് ഇഷ്ടം അല്ലാഹു തോന്നിപ്പിക്കും. അല്ലാഹുവിന്റെ കലാം കൊണ്ട് നടക്കുന്നവർ അതിന്റെ മഹത്വം മനസ്സിലാക്കി ജീവിക്കണം എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. وَإِنَّ فِي كِتَابِ اللَّهِ لَسُورَةً, അല്ലാഹുവിന്റെ കിതാബിൽ ഒരു സൂറത്ത് ഉണ്ടെന്ന് ഓർക്കണേ. തുദഅ അൽ അസീസ, അതിന് അസീസ എന്നാണ് പേര് പറയുന്നത്. വയുദഅ സാഹിബുഹ അശ്ശരീഫു യൗമൽ ഖിയാമ, ആ സൂറത്ത് കൊണ്ടു നടക്കുന്നവർ നാളെ ഖിയാമത്ത് നാളിൽ വിളിക്കപ്പെടുന്നത് ഷരീഫ് എന്നാണ്. തശ്ഫഉ ലി സാഹിബിഹാ ഫി അക്സറ മിൻ റബീഅത വ മുദർ വഹിയ സൂറത്തു യാസീൻ. മുദറിന്റെയും റബീഇന്റെ
രണ്ടിന്റെയും 2 ഗോത്രങ്ങൾ, അവരിലുള്ള ആളുകളുടെ എണ്ണത്തെക്കാളും കൂടുതലുള്ള ആളുകൾക്ക് ഈ സൂറത്ത് നാളെ ശഫാഅത്ത് ചെയ്യും. വഹിയ സൂറത്തു യാസീൻ, അത് സൂറത്തു യാസീനാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാസീൻ വൽ ഖുർആനിൽ ഹകീം. ഇന്നക ലമിനൽ മുർസലീൻ അലാ സിറാത്തിൻ മുസ്തഖീം. തൻസീലൽ അസീസിർ റഹീം. യാസീൻ. എന്താണ് യാസീൻ? യാഉം സീനും 2 അക്ഷരങ്ങളാണ്. ഇത് മിൻ അസ്മാഇ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ പേരുകളിൽപ്പെട്ട പേരാണെന്ന് ഉലമാഇന്റെ അഭിപ്രായമുണ്ട്. ചിലർ പറഞ്ഞു അല്ല, മിൻ അസ്മാഇല്ലാഹി അസ്സ വജൽ, അല്ലാഹുവിന്റെ പേരുകളിൽപ്പെട്ട പേരാണെന്നും യാസീനെ സംബന്ധിച്ച് അഭിപ്രായമുണ്ട്. യാസീൻ അതല്ല ഹുറൂഫുൻ മുഖത്തഅ, disjointed letters. ഖുർആനിന്റെ ആദ്യങ്ങളിൽ അല്ലാഹു ഉപയോഗിക്കുന്ന ഈ ഖുർആൻ അറബിയിലുള്ളതാണ്. അറബി നിങ്ങൾക്കറിയുന്ന ഭാഷയാണല്ലോ, 28 അക്ഷരങ്ങളല്ലേ ഉള്ളൂ. ഈ ഖുർആൻ ഉണ്ടായത്, ഖുർആൻ അല്ലാഹു അവതരിപ്പിച്ചത് ഈ അക്ഷരങ്ങൾ ഉപയോഗിച്ചിട്ടാണ്. നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കി, നിങ്ങളൊന്ന് പരിശ്രമിക്കിൻ. ഖുർആന് പോലത്തെ ഒരു ഗ്രന്ഥം, ഖുർആനിലേതുപോലത്തെ ഒരു സൂറത്ത് നിങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിയോ എന്ന് നോക്കിൻ എന്ന അല്ലാഹുവിന്റെ വെല്ലുവിളി എല്ലാ അക്ഷരങ്ങളെ കൊണ്ട് തുടങ്ങുന്ന സൂറത്തിലും കാണാൻ കഴിയും. ഹാമീം, പ്രത്യേകത കാഫ് ഹാ യാ ഐൻ സ്വാദ്, ഹാമീം, ത്വാഹ, യാസീൻ, ഇങ്ങനെ വേറിട്ട് നിൽക്കുന്ന അക്ഷരങ്ങൾ, അതിനാണ് ഹുറൂഫുൽ മുഖത്തഅ എന്ന് പറയാം. അങ്ങനെ തുടങ്ങുന്ന ഏത് സൂറത്തും പരിശോധിച്ചാൽ തൊട്ട് ഉടനെ അല്ലാഹുവിന്റെ ഖുർആനെ സംബന്ധിച്ച് പരാമർശം വരും. ഉടനെ പറയും ഖുർആനെ കുറിച്ച്. അതുകൊണ്ടാണ് ഈ അക്ഷരങ്ങളിൽ ഒരു സൂചനയുണ്ട്. അല്ലാഹുവിന്റെ കലാം സത്യമാണ്. നിങ്ങൾക്ക് ഇനിയും ബോധ്യപ്പെട്ടില്ലേ? നിങ്ങളൊന്ന് പരിശ്രമിച്ചു നോക്കി. നിങ്ങൾ അറബിയല്ലേ സംസാരിക്കുന്നത്, ഖുർആൻ പോലത്തെ ഒരു സൂറത്തിൽ കൊണ്ടുവരാൻ പറ്റുമോ? പരിശ്രമിക്കിൻ. ആ വെല്ലുവിളി നമ്മൾ വിചാരിച്ചു 6-ാം നൂറ്റാണ്ട് കഴിഞ്ഞു. അല്ലല്ല, ഇപ്പോഴുണ്ട്. 21-ാം നൂറ്റാണ്ടിലും പരിശ്രമിക്കാം, 22-ലും പരിശ്രമിക്കാം. ലോക മനുഷ്യർക്ക് പരിശ്രമിക്കാം. ഖുർആൻ പോലത്തെ ഒരു സൂറത്ത് കൊണ്ടുവരാൻ പറ്റുമോ? കഴിയില്ല. ഇതാണ് ഖുർആന്റെ അത്ഭുതം. ഇംപോസിബിൾ, കഴിയില്ല. ഇപ്പൊ വെല്ലുവിളിക്കുകയാണെങ്കിൽ, നമ്മളിപ്പോ വെല്ലുവിളി ഉയർത്തുക എന്ന് പറഞ്ഞാൽ തത്തുല്യമായ കിടപിടിക്കുന്ന ആളോടാ വെല്ലുവിളിക്കേണ്ടത്, അല്ലേ? വീൽ ചെയറിൽ നടക്കുന്ന മനുഷ്യനോട് നല്ല മസിലുള്ള ഒരാൾ വന്ന് അങ്ങനെയല്ല വെല്ലുവിളിക്കുക, അങ്ങനെയല്ല. തനിക്ക് കിടപിടിക്കുന്ന ആളോടാണ് വെല്ലുവിളിക്കുക. തഹദ്ദി അവരോടാ ചെയ്യാം. അപ്പൊ ഖുർആൻ വെല്ലുവിളിച്ച വിഷയത്തിന്റെ അത്ഭുതം, അറബികൾക്ക് അത്ഭുതകരമായ ഭാഷാ ഭംഗിയും അത്ഭുതകരമായ ഭാഷാ പ്രാവീണ്യവും അല്ലാഹു നൽകിയത് കൊണ്ട് അവരോട് വെല്ലുവിളിച്ചത്. അല്ലാതെ കഴിയാത്ത ആളുകളോടല്ല ഖുർആൻ വെല്ലുവിളിച്ചത്. നിങ്ങൾക്കിത് കഴിയുമല്ലോ. ഇപ്പൊ നമ്മൾക്ക് ഷുഅറാഇന്റെ കവികളുടെ മത്സരങ്ങൾ നടക്കുന്ന കാലമാണ്. അറബ് ലോകത്തൊക്കെ ഒരുപാട് കവിതാ മത്സരം നടക്കും. നാടൻ കവിതകളും അല്ലാത്ത കവിതകളും അറബി കവിതകൾ ചൊല്ലുന്ന മത്സരങ്ങൾ, ചില കോമ്പറ്റീഷൻസ്, പല പ്രോഗ്രാമുകളും നടക്കാറുണ്ട്. ഇതൊക്കെ 1400 വർഷങ്ങൾക്ക് മുമ്പ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ ജനിക്കുന്നതിന്റെ മുമ്പ് തന്നെ മക്കായിലെ ഉഖാദ് ചന്തയിലും, മക്കായിലെ മിർബദ് ചന്തയിലും, മക്കായിലെ അബി ജഫ്നയിലും നടന്നിരുന്ന മത്സരങ്ങൾ കവിതയ്ക്ക് വേണ്ടിയുള്ള മത്സരങ്ങളായിരുന്നു. കവിതയ്ക്ക് വേണ്ടിയുള്ള എക്സിബിഷൻ, കവിതയ്ക്ക് വേണ്ടിയുള്ള കോമ്പറ്റീഷൻസ്, കവിതയ്ക്ക് വേണ്ടിയുള്ള സെലിബ്രേഷൻസ്, കവിതകൾ കേൾക്കാൻ, കവിതകൾ ആലപിക്കാൻ. ഇന്ന് നമ്മൾ ചില കമോഡിറ്റീസ് വിൽപ്പനക്ക് വെക്കുന്നുണ്ടല്ലോ, ചന്തകൾ, മേളകൾ. എന്താ വിൽക്കുന്നത്? കുറെ സാധനങ്ങൾ. അന്ന് വിറ്റിരുന്നത് കവിതകളാണ്. എന്ന് 1400 കൊല്ലം മുമ്പ്. ഇന്ന് അതിന്റെ തുടർച്ച ചെറിയ നിലക്ക് നടക്കുന്നു എന്ന് പറയാൻ പറ്റൂ. അന്ന് ഇത് ഒരുപാട് നടന്ന കാലമാണ്. അവരോട് റബ്ബിന്റെ വെല്ലുവിളിയാണ് യാസീൻ. ഇത് അല്ലാഹുവിന്റെ കലാമാണെന്ന സംശയമുണ്ടോ? നിങ്ങൾ നോക്കി, ഇതുപോലത്തെ ഒരു കലാമ് നിങ്ങൾ കൊണ്ടുവരിൻ. അല്ലാഹു വെല്ലുവിളിക്കാൻ. അറബി അറിയാത്ത നമ്മൾ മലയാളികളോ, ഉദാഹരണത്തിന് നമുക്ക് അറബി അറിയില്ലല്ലോ, നമ്മളിപ്പോ എങ്ങനെ വെല്ലുവിളി സ്വീകരിക്കാൻ? അതിനാണ് നമുക്ക് മനസ്സിലാവാൻ അല്ലാഹു തആല വേറെ ഒരുപാട് ചരിത്ര അത്ഭുതങ്ങൾ ഖുർആനിൽ വെച്ചത്. അതിന്റെ പേരിലാണ്
ശാസ്ത്രീയമായ അത്ഭുതങ്ങൾ ഖുർആൻ വെച്ചത് അറബി അറിയാത്തവർക്ക് മനസ്സിലാവാനാണ്. ഖുർആനിന്റെ അക്കങ്ങളെ സംബന്ധിച്ചുള്ള ന്യൂമറിക് വണ്ടേഴ്സ്, ഖുർആനിലെ അക്കങ്ങളുടെ അത്ഭുതങ്ങൾ ഈ കലാമിൽ വന്നത് അറബി അറിയാത്തവർക്ക് മനസ്സിലാക്കാനാണ്. ഖുർആൻ ലോകത്ത് സംഭവിക്കാൻ പോകുന്നതിനെ സംബന്ധിച്ചുള്ള പ്രഡിക്ഷൻസ് നടത്തിയത്, നടന്നു കഴിഞ്ഞ സംഭവങ്ങളെ കാലെക്കൂട്ടി അല്ലാഹു തആല ചർച്ച ചെയ്തത്, ഇതൊക്കെ അർത്ഥം മനസ്സിലാകുന്നവർ, ഭാഷ അറിയാത്തവർക്ക് മനസ്സിലാക്കാൻ അള്ളാഹുവിന്റെ കലാമ് തന്ന സൗകര്യമാണ്. നമുക്കിത് വെല്ലുവിളി, നമുക്കിത് ബോധ്യപ്പെടുന്നില്ല, അല്ലെങ്കിൽ നമുക്കൊണ്ട് സാധിക്കുന്നില്ല, കുഴപ്പമില്ല. നമുക്ക് ഖുർആനിൽ എടുക്കാൻ വേറെയും ഒരുപാട് ഭാഗങ്ങൾ അള്ളാഹു മാറ്റിവെച്ചിരിക്കുകയാണ്. എല്ലാവർക്കും ഓരോരുത്തർക്ക് വേണ്ടത്. യാസീൻ വഇസ്മും മിൻ അസ്മാഇ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഹബീബിന്റെ പേരുകൾപ്പെട്ട പേരാണെന്ന പ്രബലമായ അഭിപ്രായമാണ്. ചിലർക്ക് വെറുതെ അങ്ങോട്ട് പറയും, അങ്ങനെ നബിക്ക് പേരില്ല, അങ്ങനെ പറയരുത്. മുഫസ്സിരീങ്ങൾ, മുഹദ്ദിഥീങ്ങൾ, സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു പോലെയുള്ള താബിഈങ്ങളാണ് പറയുന്നത്, യാസീൻ മിൻ അസ്മാഇ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വൽ ഖുർആനിൽ ഹകീം, തത്വജ്ഞാനങ്ങൾ നിറഞ്ഞ ഖുർആൻ തന്നെയാണ് സത്യം. ഇന്നക ലമിനൽ മുർസലീൻ, നബിയെ അങ്ങ് അല്ലാഹുവിന്റെ ദൂതന്മാരിൽ പെട്ടവർ തന്നെയാണ്. അലാ സിറാത്തിൻ മുസ്തഖീം, നേർവഴിയിലാണ് നബിയെ അങ്ങുള്ളത്. തൻസീലൽ അസീസിർ റഹീം, അഭിമാനിയും ഇസ്സത്തിന്റെ ഉടമസ്ഥനുമായ കാരുണ്യവാനായ അല്ലാഹു ഇറക്കി തന്നതാണ് ഈ ഖുർആൻ. നോക്കിയില്ലേ, യാസീൻ എന്ന് പറഞ്ഞ പിന്നെ ഖുർആനെ പറ്റി പറയും. എവിടെയെങ്കിലും ഏതെങ്കിലും സൂറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങിയാൽ, ഇപ്പൊ സൂറത്ത് യൂനുസ്, അലിഫ് ലാം റാ തിൽക ആയാതുൽ കിതാബിൽ ഹകീം, അക്ഷരങ്ങൾ പറഞ്ഞ ഉടനെ ഖുർആനെ പറ്റി പറയും. അലിഫ് ലാം റാ തിൽക ആയാതുൽ കിതാബിൽ ഹകീം, ഹിക്മത്ത് നിറഞ്ഞ, തത്വജ്ഞാനം നിറഞ്ഞ അല്ലാഹുവിന്റെ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ ആയത്തുകളാണ് നിങ്ങൾ ഈ ഓതുന്നത് കേട്ടോ. അപ്പോ ഖുർആൻ വെല്ലുവിളിച്ച വെല്ലുവിളിയിലേക്കുള്ള സൂചനയാണത്. അക്ഷരങ്ങൾ വെച്ചാൽ ഉടനെ വരുന്നത് വെല്ലുവിളിയാണ്. നിങ്ങളൊന്ന് നോക്കി, ഖിയാമത്ത് നാൾ വരെ നോക്കി നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റുമോ? സൂറത്ത് മറിയം, കാഫ് ഹാ യാ ഐൻ, കാഫ് ഹാ യാ ഐൻ സ്വാദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഉമ്മത്തിന് നൽകിയ വലിയ റഹ്മത്തിനെ സൂചിപ്പിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ കലാമിലേക്ക് സൂചിപ്പിക്കുക. ത്വാഹ മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതഷ്ഖാ, അക്ഷരങ്ങൾ പറഞ്ഞ ഉടനെ പറയും അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനിലേക്കുള്ള സൂചനകൾ ഖുർആൻ ഉടനീളം കാണാൻ കഴിയും. അത് നമ്മൾ സൂറത്തുകൾ പരിശോധിച്ച് നോക്കുമ്പോൾ മനസ്സിലാവും. ഇത് അല്ലാഹുവിന്റെ കലാമിൽ അല്ലാഹു തആല വെല്ലുവിളിക്കുകയാണ്. യാസീൻ വൽ ഖുർആനിൽ ഹകീം, തത്വജ്ഞാനങ്ങൾ നിറഞ്ഞ അല്ലാഹുവിന്റെ കിതാബിനെ തന്നെയാണ് സത്യം. എന്താ സത്യം? ഇനി ഒരു കാര്യം പറയാൻ പോകുന്നുണ്ട്. ഇത് സത്യമാണ്. യാസീൻ, അല്ലാഹുവിന്റെ റസൂലിനെ വെച്ച് സത്യം ചെയ്തു. യാസീൻ വൽ ഖുർആനിൽ ഹകീം ലഅംറുക, നബിയെ അങ്ങയുടെ ആയുസ്സിനെ തന്നെയാണ് സത്യം. നബിയെ, ഖുർആൻ നബി തങ്ങളുടെ ആയുസ്സിനെ വെച്ച് സത്യം ചെയ്തിട്ടുണ്ട്. ഇന്നഹും ലഫീ സക്റതി യഅമഹൂൻ, ലഅംറുക, അങ്ങയുടെ ആയുസ്സിനെ തന്നെയാണ് സത്യം. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ച പരിശുദ്ധമായ മക്കയെ വെച്ച് സത്യം ചെയ്തിട്ടുണ്ട്. ഹബീബിന്റെ നാടിനെ, ഹബീബിന്റെ ജീവിതം, ഹബീബിന്റെ ദാത്തിനെ. വൽ ഖുർആനിൽ ഹകീം, തത്വജ്ഞാനങ്ങൾ നിറഞ്ഞ ഖുർആനെ തന്നെയാണ് സത്യം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമായിരുന്നു, ഇന്നല്ലാഹ അസ്മാനി ഫിൽ ഖുർആനി സബഅത അസ്മാ, വിശുദ്ധ കലാമിൽ അല്ലാഹുവിന്റെ വചനങ്ങളിൽ എനിക്ക് അല്ലാഹു 7 പേര് വെച്ചിട്ടുണ്ട്. മുഹമ്മദു വ അഹ്മദു വ ത്വാഹ വ യാസീൻ വൽ മുസമ്മിൽ വൽ മുദ്ദസ്സിർ വ അബ്ദുല്ലാഹ്. ഇതൊക്കെ അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉദ്ധരിച്ചു പറഞ്ഞ നബി തങ്ങൾക്ക് നൽകിയ പേരാണ്.
മുഹമ്മദു وأحمد وطه وياسين والمزمل والمدثر وعبد الله وأنه لما قام عبد الله يدعوه كادوا يكونون عليه لبدا سورة الجن عبد الله الله إن حبيبنا عبد الله إذا ولتشند الله تعالى مدثر يا أيها المدثر പുതപ്പിട്ട് മൂടിയവരെ يا أيها المزمل പുതച്ച് കിടക്കുന്നവരെ. വിധങ്ങൾ ആ ജിബ്രീൽ അലൈഹിസ്സലാമിനെ കണ്ട അനുഭവം ഉണ്ടല്ലോ. പേടിച്ച സന്ദർഭത്തിൽ ആ പോയി കിടന്ന ആ കിടപ്പിൽ അള്ളാഹുവിന്റെ വിളിയാണ്, എഴുന്നേൽക്കു നബിയെ. തോഹയും യാസീനും അഹ്മദും മുഹമ്മദും സ്വല്ലല്ലാഹു വസലാമുഹു അലൈഹി, ഇത് ഹബീബിന് അള്ളാഹു നൽകിയ പേരാണ്. യാസീൻ വൽ ഖുർആനിൽ ഹകീം, തത്വജ്ഞാനങ്ങൾ നിറഞ്ഞ ഹിക്മത്ത് നിറഞ്ഞ ഖുർആനെ തന്നെയാണ് സത്യം. വൽ ഖുർആനിൽ ഹകീം. എന്താണ് ഹിക്മത്ത് എന്ന് പറഞ്ഞാൽ? ഹിക്മത്ത് ഈ കുതിരകളുടെ കടിഞ്ഞാണിന് അറബിയിൽ പറയുന്ന പേരാണ് ഹഖമ. ഹഖമ. കുതിരയോടിക്കുന്ന ഒരാൾ ആ കുതിരയുടെ വേഗത കൺട്രോൾ ചെയ്യാനുള്ള ബ്രേക്ക്, ലിജാം, അതിന്റെ മൂക്കുകയർ, അതിന് അറബിയിൽ പറയുന്ന പേരാണ് ഹഖമ എന്ന് പറയുന്നത്. പറഞ്ഞ കൺട്രോൾ. എന്തേ കൺട്രോൾ എന്ന് പറഞ്ഞാൽ? കുതിര അതിന്റെ ആവേശത്തിൽ ഓടിപ്പോകുമ്പോ വേഗതയെ കൺട്രോൾ ചെയ്യേണ്ട സമയം. കുതിര സ്ലോ ആണ്, ഒന്ന് സ്പീഡ് ചെയ്യണം, അതിന് സ്പീഡ് കൊടുക്കണം. അപ്പോ യുക്തമായിട്ട് ഒരു മനുഷ്യന്റെ ഉപകാരത്തിന് ആവശ്യമായ രീതിയിൽ കാര്യങ്ങളെ കൺട്രോൾ ചെയ്യാൻ, ഒരു മനുഷ്യന് ഈ ലോകത്ത് ജീവിക്കാൻ, ശരിയായി ജീവിക്കാൻ ആവശ്യമായ രീതിയിൽ നമ്മൾ കൺട്രോൾ ചെയ്യുമ്പോഴാണ് ഹിക്മത്ത് ഉപയോഗിക്കുക എന്ന് പറയാം. നമ്മളതിനെ തത്വജ്ഞാനം എന്ന് പറയും, വേർഡ്സ് ഓഫ് വിസ്ഡം എന്ന് പറയും, അല്ലേ? ഖുർആൻ വൽ ഖുർആനിൽ ഹകീം, നിങ്ങൾക്ക് നേർവഴി കാണിച്ചു തരാൻ, നിങ്ങളുടെ അനന്തമായി അലക്ഷ്യമായി നീങ്ങിപ്പോകുന്ന ഹൃദയത്തിന്റെ ആഗ്രഹങ്ങളെ കടിഞ്ഞാണിടുന്ന ഖുർആനാണിത്. അങ്ങോട്ടെങ്കിലൊക്കെ നോക്കണമെന്ന് തോന്നുന്നുണ്ട്. ഖുല്ലിൽ മുഅ്മിനീന യഗ്ളൂ മിൻ അബ്സാരിഹിം, കണ്ണുകൾ ചിമ്മണം എന്ന് പറയൂ നബിയെ. കടിഞ്ഞാനിട്ടു. ഹക്കീം, ഖുർആൻ ഹക്കീമാണ്. എന്തൊക്കെയോ പറയണമെന്നൊക്കെ തോന്നുന്നുണ്ട്. മുഅ്മിനീങ്ങൾ വഇദാ മർറൂ ബില്ലഗ്വി മർറൂ കിറാമ, അനാവശ്യങ്ങൾ എവിടെയെങ്കിലും പറയപ്പെട്ടാൽ മുഅ്മിനീങ്ങൾ അതിലേക്കൊന്നും ഇടപെടുന്നവരല്ല. അവരെങ്ങനെ മാന്യരായി ജീവിക്കുന്നവരാ, അനാവശ്യം പറയുന്ന ആളുകളല്ല. കള്ളുടിക്കണമെന്നൊക്കെ തോന്നാൻ ഇതൊക്കെ ഹറാമാണ്. അപ്പോ അല്ലാഹു തആല കടിഞ്ഞാനിടുകയാണ്. എന്തിന്? നമ്മുടെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവാൻ, ഈ ലോകത്തെ ജീവിതത്തിൽ ആശ്വാസം ഉണ്ടാവാൻ അള്ളാഹു കടിഞ്ഞാണിടുന്ന അള്ളാഹുവിന്റെ ഹിക്മത്തുകൾ നിറഞ്ഞ ഗ്രന്ഥമാണ് ഖുർആൻ. ഇനി ഇതാ യാസീന്റെ പ്രത്യേകത, നമ്മൾ മരിച്ചവർക്കും മരണമാസന്നമായവർക്കും ഓതിക്കൊടുക്കണമെന്ന് പറഞ്ഞില്ലേ? പരലോകത്തിന്റെ ചർച്ചകൾ വരുന്ന സൂറയാണിത്. ഇതിൽ അള്ളാഹുവിന്റെ മഹാന്മാരായ 3 നബിമാരെ കുറിച്ച് ചർച്ച വരും. 3 നബിമാരെന്നും അല്ല, ഈസ നബി അലൈഹിസ്സലാമിന്റെ 3 ദൂതന്മാരായിരുന്ന ഈസ നബിയുടെ ഹവാരിയങ്ങൾ അൻതാക്കിയയിൽ നടന്ന സംഭവം വരും. അല്ലാഹുവിന്റെ വലിയ വആയത്തുൽ ലഹുമുൽ അർദ് വആയത്തുൽ ലഹുമുൽ ലൈൽ വആയത്തുൽ ലഹും അന്നാ ഹമൽനാ ദുർരിയതഹും, 3 ദൃഷ്ടാന്തങ്ങളെ സംബന്ധിച്ച് വരും. പിന്നെ പരലോകത്തിന്റെ ചർച്ചയാണ്. അത്ഭുതങ്ങൾ പറഞ്ഞ അവസാനം അള്ളാഹു പച്ചവൃക്ഷത്തിൽ നിന്ന് നിങ്ങൾക്ക് തീ തന്നില്ലേ എന്ന് ചോദിച്ച് അള്ളാഹുവിന്റെ വലിയ അനുഗ്രഹങ്ങളെ എടുത്തു പറഞ്ഞ് നാളെ പരലോകത്തേക്കുള്ള പുനർജന്മത്തെ സൂചിപ്പിച്ചുകൊണ്ട് അവസാനിക്കുന്ന ഭാഗമാണ് സൂറ യാസീൻ. ഒരു വലിയ രസകരമായൊരു പോക്കാണ്. വിശുദ്ധ ഖുർആനിന്റെ പ്രാമാണികത പറഞ്ഞിട്ട് അള്ളാഹു ചാല മനുഷ്യന്റെ കർമ്മങ്ങൾ രേഖപ്പെടുത്തപ്പെടുന്ന ആ രീതിയിലൂടെ പോയി. അള്ളാഹു ചാല ഒരു നാട്ടുകാരുടെ കഥ പറഞ്ഞു കൊടുക്കണം നബിയെ, അവർക്ക് എന്ത് സംഭവിച്ചു എന്ന്. അവരെ ദീനിലേക്ക് ദഅവത്ത് ചെയ്ത മഹാനായ ഒരു മനുഷ്യന്റെ ചരിത്രം വരും. അങ്ങനെ അല്ലാഹു തആല ഈ ലോകത്തെ അത്ഭുതങ്ങളും പരലോകത്തിന്റെ ചിന്തകളും ഖബറും മഹ്ശറായിലെ അവസരങ്ങളും ഒക്കെ പറഞ്ഞ് അവസാനം റബ്ബിന്റെ ദൃഷ്ടാന്തങ്ങളിലൂടെ ബിയദിഹി മലകൂതു കുല്ലി ഷൈഇൻ, അല്ലാഹുവിന്റെ കയ്യിലാണ് എല്ലാറ്റിന്റെയും അധികാരം. വഇലൈഹി തുർജഊൻ, നമ്മളൊക്കെ അവരിലേക്ക് തിരിച്ചു പോകാനുള്ളവരാണ്. അങ്ങനെ അത്ഭുതകരമായ രീതിയിൽ വിഷയങ്ങൾ കൈകാര്യം ചെയ്യപ്പെടുന്ന ഒരു സൂറയാണ് സൂറത്ത് യാസീൻ. ഇൻഷാ അല്ലാഹ് അതിന്റെ ആശയങ്ങളൊക്കെ വിശദമായിട്ട് നമുക്ക് പഠിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വല്ലു അലൻ നബിയ്യി മുഹമ്മദിൻ വ ആലി. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വ അലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വ ബാരിക് വ സല്ലിം അലൈഹി. ഇരിക്കുക.
അവസാനിപ്പിക്കുകയാണ്. സമയം നമ്മൾ 9 മണിക്കാണ് തുടങ്ങിയത്. അപ്പോൾ ഒരു 15 മിനിറ്റ് കൂടെ ഇൻഷാ അല്ലാഹ്. യാസീനായ നബിയേ വൽ ഖുർആനിൽ ഹകീം, തത്വജ്ഞാനങ്ങൾ നിറഞ്ഞ ഖുർആനിനെ തന്നെയാണ് സത്യം നബിയേ. ഇന്നക തീർച്ചയായും അങ്ങ് ലമിനൽ മുർസലീൻ, മുർസലീങ്ങളിൽ പെട്ടവർ തന്നെയാണ്. ഇന്നക, ഇന്ന അദാതു തഅക്കീദിൽ, ഒരു വിഷയം അസർട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന പ്രയോഗമാണ് ഇന്നക. ല വീണ്ടും മിനൽ മുർസലീൻ എന്ന് പറഞ്ഞാൽ മതി. ഇന്നക ലമിനൽ, അങ്ങ് തീർച്ചയായും മുർസലീങ്ങളിൽ പെട്ടവരാണ്. ഇത് ഖുർആനിന്റെ ഒരു ശൈലിയാണ്. അപ്പുറത്തൊരു സംശയം നടക്കുന്നുണ്ട് മക്കാരായ അവിശ്വാസികളിൽ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തേ നബിയാണോ, എന്തേ ഞങ്ങൾ മുതലാളിമാർക്ക് ഇത് കിട്ടാതിരുന്നത്? ലൗല ഉൻസില അലൽ മക്കയിലെയും ത്വായിഫിലെയും പ്രമാണിമാരായ മുതലാളിമാരായ ആളുകൾക്ക് എന്തേ ഈ ഖുർആൻ കിട്ടാതിരുന്നത്? എന്തേ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയായത്? ഈ സംശയത്തിൽ നിൽക്കുന്ന ആളുകളോട് സംശയത്തിന്റെ ഘനത്തിനനുസരിച്ച് അല്ലാഹുവിന്റെ മറുപടിയാണ് ഇന്നക, തീർച്ചയായും നബിയെ അങ്ങ് ലമിനൽ മുർസലീൻ, മുർസലീങ്ങളിൽ പെട്ടവർ തന്നെയാണ്. അള്ളാഹുവിന്റെ ഇബാദത്തും തൗഹീദും പഠിപ്പിക്കാൻ അള്ളാഹുവിന്റെ ഹബീബ് ലോകത്ത് വരുമ്പോ നബി തങ്ങൾ സംവാട്ട് ഏലിയൻ ടു എർത്ത്, അല്ലല്ല ഇത് ലോകത്ത് മുമ്പൊന്നും പരിചയമില്ലാത്ത ഒരാൾ വന്നു, അങ്ങനെയല്ല. ലമിനൽ മുർസലീൻ, അങ്ങേക്ക് മുമ്പും പ്രവാചകന്മാരുടെ വന്നിട്ടുണ്ടല്ലോ, അങ്ങേക്ക് മുമ്പും അള്ളാഹുവിന്റെ ദൂതന്മാരുടെ വന്നിട്ടുണ്ടല്ലോ. അങ്ങനത്തെ നബിമാരിൽ പെട്ടവർ തന്നെയാണ് നബിയെ അങ്ങ്. ഇന്നക ലമിനൽ മുർസലീൻ അലാ സിറാത്തിൻ മുസ്തഖീം, അങ്ങ് നേരായ മാർഗത്തിലാണ്. സിറാത്ത് എന്ന് പറഞ്ഞാൽ ശറയിൽ ആദ്യമായി നമുക്ക് മനസ്സിലാകുന്നത് മഹ്ശറായിലെ സിറാത്ത് എന്ന പാലമാണ്. ജിസ്റുൻ മദ്റൂബുൻ അലാ മത്നി ജഹന്നം അഹദ്ദു മിനസ് സൈഫി വഅഖഫു മിനശ് ശഅരി, മുടിയേക്കാൾ നേർത്തതും വാളിനേക്കാൾ മൂർച്ചയുള്ളതുമായ നരകത്തിന്റെ മുകളിൽ അല്ലാഹു തആല ഉണ്ടാക്കിയ ഒരു പാലത്തിനാണ് സിറാത്ത് എന്ന് പറയുന്നത്. സ്വഹീഹായ ഹദീസിൽ വന്നതാ. ചില പറയും പടച്ചോനെ മുടിനേക്കാളും നേരിയതോ, പിന്നെ വാളിനേക്കാളും മൂർച്ച. നടന്നു പോവണമെങ്കിൽ ഇപ്പൊ സർക്കസുകാരായ ആൾക്കാരൊക്കെ സർക്കസിൽ ചെറിയ റോപ്പിൽ നടക്കണമെങ്കിൽ ബാലൻസിന് വടി പിടിക്കും. നാളെ സിറാത്തിൽ വടി വേണ്ട, നിന്റെ ബാലൻസ് നിന്നെ ഹോൾഡ് ചെയ്യുന്നത് പരിശുദ്ധ ഖുർആനാണ്, അള്ളാഹുവിന്റെ കലാമാണ്. നിന്റെ ജീവിതത്തിലെ തദയ്യുൻ, അള്ളാഹുവിനെ എത്ര വഴിപ്പെട്ട് ജീവിച്ചിട്ടുണ്ടോ ആ ഇബാദത്താണ് ആ പാലത്തിലെ ബാലൻസ്. ഇത് ആഖിറത്തിന്റെ വിഷയമാണ്. അതുകൊണ്ട് ദുന്യാവിലെ കൈച്ചീരി വെച്ച് അളക്കരുത്. പടച്ചോനെ എന്റെ വിരൽ വെക്കാൻ സ്ഥലമില്ലല്ലോ, അതൊക്കെ ധാരാളം ഉണ്ടാകും അവിടെ. ഓടുന്ന ആളുകളാണ്, കോടിക്കണക്കിന് ആളുകളാണ് ഒരു സമയം അതിലൂടെ കടന്നു പോവുക. മിനൽ ബർഖ് മിഥലൽ ബർഖ്, ഇടിമിന്നു പോലെ പോകുന്ന ആളുകളെ കൂട്ടത്തിലുണ്ട്. മെല്ലെ ഇഴഞ്ഞു പോകുന്നവരുണ്ട്. ഒരു കുതിരയുടെ സ്പീഡിൽ പോകുന്ന ആളുകളുണ്ട്. കർമ്മങ്ങൾക്കനുസരിച്ച് അവിടെ വേഗത ഉണ്ടാവും. അങ്ങനത്തെ ഒരു സ്ഥലമാണ്. നമുക്ക് ആഖിറത്തിന്റെ വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൗതിക ലോകത്തെ ക്രൈറ്റീരിയൻസ് ഉപയോഗിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാവില്ല, പക്ഷെ അതങ്ങനെയാണ്. ജിസ്റുൻ വഇൻ മിൻകും ഇല്ലാ വാരിദുഹാ കാന അലാ റബ്ബിക ഹത്മൻ മഖ്ദിയാ, നിങ്ങളിൽ ഓരോരുത്തരും ഈ പാലം കടന്നു പോയേ പറ്റൂ. അമ്പിയാക്കന്മാർ മുതൽ മുഅ്മിനീങ്ങൾ എല്ലാവരും, അവിശ്വാസികളും വിശ്വാസികളും എല്ലാവരും ഒരുമിച്ച് കടന്നു പോകേണ്ട ഒരു സ്ഥലമാണ് സിറാത്ത്. അവിടെ പിടിക്കപ്പെട്ട് താഴേക്ക് വീഴുന്നവർ നേരെ താഴെ നരകമാണ്, ഹെൽഫയർ, നരകമാണ്. അത് കഴിഞ്ഞിട്ട് വേണം അക്കരെ എത്താൻ. അൽഹംദുലില്ലാഹില്ലദീ നജ്ജാനാ മിൻ ഹാദാ, നമ്മെ രക്ഷപ്പെടുത്തിയ അല്ലാഹുവേ നിനക്ക് സ്തുതി അല്ലാഹ്. അൽഹംദുലില്ലാഹില്ലദീ നജ്ജാനാ, നമ്മെ രക്ഷപ്പെടുത്തിയ അല്ലാഹുവേ നിനക്ക് സ്തുതി. സ്വർഗ്ഗത്തിലേക്ക് കടക്കാൻ പോകുന്നതിന് മുമ്പ് സ്വർഗ്ഗവാസികൾ പറയുന്ന ആദ്യത്തെ വാക്ക് അൽഹംദുലില്ലാഹ് ഇതായിരിക്കും. അബ്ബേ നീ രക്ഷപ്പെടുത്തിയല്ലോ പടച്ചോനെ, ഞാൻ രക്ഷപ്പെട്ടല്ലോ. ഇതാണ് സിറാത്ത്. ആ സിറാത്ത് രക്ഷപ്പെടണമെങ്കിൽ സിറാത്തുൽ മുസ്തഖീം, നേരായ മാർഗം അല്ലാഹുവിന്റെ കലാം പഠിപ്പിച്ചു തരുന്നു. ഈ വഴിയിലൂടെ ജീവിച്ചാൽ നാളത്തെ
യഥാർത്ഥ സിറാത്ത് രക്ഷപ്പെടാൻ പറ്റും. അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. അലാ സിറാത്തിൻ മുസ്തഖീം, അങ്ങ് നേരായ മാർഗത്തിന്മേലാണ്. അല എന്ന് പറഞ്ഞാൽ മീതെ, ഉലുവിനെ സൂചിപ്പിക്കുന്ന. ഖുർആൻ സന്മാർഗം പറഞ്ഞിടത്തൊക്കെ സന്മാർഗത്തിന്റെ മീതയാണ് എന്ന് പറഞ്ഞാൽ മുഅ്മിനീങ്ങൾ സന്മാർഗത്തിൽ നിന്ന് സന്മാർഗം അവരെ ഹോൾഡ് ചെയ്യാൻ. മുഅ്മിൻ മേലെ നിൽക്കുകയാണ്, സന്മാർഗം അവരെ ഹോൾഡ് ചെയ്യുകയാണ്. നിങ്ങൾ സന്മാർഗത്തിന്റെ മീതയാണ്. സന്മാർഗത്തിൽ ആയിക്കഴിഞ്ഞാൽ നിങ്ങളെ ഉയർത്തും സന്മാർഗം. അങ്ങനെയാണ് സന്മാർഗം നിങ്ങളെ ഹോൾഡ് ചെയ്യും. നിങ്ങൾ താങ്ങി നിർത്തേണ്ട ഹൃദയെ, സന്മാർഗത്തെ നിങ്ങൾ താങ്ങി നിർത്തേണ്ട, നിങ്ങളെ താങ്ങി നിർത്തും സന്മാർഗം. അതാണ് നിങ്ങളെ നിങ്ങളായിട്ട് ജീവിക്കാൻ, നിങ്ങൾ അല്ലാഹുവിന് പൊരുത്തപ്പെട്ട ആളായിട്ട് ജീവിക്കാൻ ഈ സന്മാർഗം സഹായിക്കും. അതുകൊണ്ട് നിങ്ങൾ അലാ ഹുദൻ, സന്മാർഗത്തിന്റെ മീതയാണ്. അല്ലാഹുവിന്റെ പ്രയോഗം നോക്കണം. നിങ്ങളെ സന്മാർഗം ഉയർത്തും എന്ന് പറയാനാ ആ പ്രയോഗം. അലാ സിറാത്തിൻ മുസ്തഖീം, നിങ്ങൾ സന്മാർഗത്തിന്റെ മീതയാണ്. ഫീ സിറാത്തിൻ എന്നല്ല, അലാ സിറാത്തിൻ. ഈ പ്രയോഗത്തെ മഹാനായ മുതവല്ലി ശഅറാബി റഹ്മഹുല്ലാ അലാ ഹുദൻ എന്ന മറ്റു ആയത്തുകളുമായി കമ്പയർ ചെയ്തിട്ട് തഫ്സീർ ചെയ്തിട്ട് പറഞ്ഞു, ഈ സന്മാർഗത്തിലേക്ക് പ്രവേശിച്ചാൽ അത് നിങ്ങളെ ഹോൾഡ് ചെയ്ത് നിർത്തും, താഴെ വീഴാതെ ഉയർത്തി നിർത്തും. അലാ സിറാത്തിൻ മുസ്തഖീം. അതുകൊണ്ടാണ് ഏത് വിഷയത്തിലും അള്ളാഹുവിന്റെ ദീനിന്റെ നിയമമാണ് നമ്മൾ സ്വീകരിക്കുന്നത്. അള്ളാഹുവിന്റെ കലാം എന്ന് പറഞ്ഞു, ആ കലാമിനെ വിശദീകരിച്ചതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഹബീബ് എന്ന് പഠിച്ചതാ സ്വഹാബത്തിന്റെ ജീവിതം. ഇതാണ് അഹ്ലുസുന്ന വൽ ജമാഅ എന്ന് പറഞ്ഞാൽ. അഹ്ലുസുന്ന വൽ ജമാഅ, അല്ലാഹുവിന്റെ റസൂലിന്റെയും സ്വഹാബത്തിന്റെയും മാർഗം. 72 വിഭാഗമായി ക്രിസ്ത്യാനികൾ വിവിധ പാർട്ടികളായി പോയില്ലേ? എന്നാൽ 73 വിഭാഗമായി നിങ്ങളും പിളരും. എല്ലാവരും നരകത്തിന്റെ വഴിയിലാണ്. ഇല്ലാ വാഹിദ, ഒരു വഴി ഒഴികെ. അവർ ചോദിച്ചു, യാ റസൂലല്ലാഹ്, ആ രക്ഷപ്പെടുന്നവരാരാണ്? മാ അന അലൈഹി വസ്ഹാബി, ഞാനും എൻ്റെ സ്വഹാബികളും ഏത് മാർഗത്തിലാണോ അവർ രക്ഷപ്പെടും. ഞാനും എൻ്റെ സ്വഹാബികളും ഏറ്റെടുത്ത മാർഗം. അതിനാണ് ലോക മുസ്ലിമീങ്ങൾ പേരിട്ട് വിളിക്കുന്നത് അഹ്ലുസുന്ന വൽ ജമാഅ, സുന്നത്തിന്റെയും ജമാഅത്തിന്റെയും ആളുകൾ. സുന്ന എന്ന് പറഞ്ഞാൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ജമാഅ എന്ന് പറഞ്ഞാൽ സ്വഹാബത്ത് റളിയല്ലാഹു അലൈഹിം അജ്മഈൻ. ആ മാർഗത്തിൽ നിലനിൽക്കുന്ന ആളുകളെ രക്ഷപ്പെടും, അല്ലാത്തവരൊക്കെ പിഴച്ചു പോകും എന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സന്മാർഗത്തിൽ അല്ലാഹു നമ്മെ അടിയുറപ്പിച്ചു നിർത്തി തരുമാറാകട്ടെ. വലിയ പ്രയാസം നമ്മൾ പഠിക്കണം. ഏത് ദുനിയാവിനെ മുഴുവൻ പരീക്ഷണമാണ്. ഹക്കും ബാത്തിലും മനസ്സിലാക്കണം, നല്ലതും ചീത്തയും മനസ്സിലാക്കണം. പല അഭിപ്രായങ്ങളും പലതും ഈ മീഡിയകളൊക്കെ ഉള്ളതുകൊണ്ട് ഓരോരുത്തർ ഓരോന്ന് എഴുതി വിടും. എന്തൊക്കെ പറയും. ഇതിലൊക്കെ എന്താ ശരി എന്താ തെറ്റെന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റണം. അതിനൊക്കെയുള്ള ബുദ്ധി അല്ലാഹു നമുക്ക് നൽകിയിട്ടുണ്ടല്ലോ. ആര് പറയുന്നതാ ശരി, ആര് പറയുന്നതാണ് തെറ്റ്, ഇത് മനസ്സിലാക്കാൻ സ്വാഭാവികമായി നമ്മൾ കുറച്ച് ചിന്തിക്കേണ്ടി വരും. നമ്മൾ അടച്ചോ, ഞാൻ ഇപ്പം എന്താ ചെയ്യാൻ, പലതും പറയുന്നല്ലോ. ഇവർ വിധി എഴുതാനുള്ള ഒരു താൽക്കാലികമായ ഒരു സംവിധാനം നമ്മുടെ തലച്ചോറിൽ അല്ലാഹു തന്നിട്ടുണ്ട്. വിധി എഴുതാൻ പറ്റണം. അത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. അലാ സിറാത്തിൻ മുസ്തഖീം, അങ്ങനെ നന്മ ഏതാണെന്ന് തിരിച്ചറിഞ്ഞ് ജീവിക്കുമ്പോഴാ സിറാത്തുൽ മുസ്തഖീമിലാണ് അങ്ങ് സന്മാർഗത്തിന്റെ മീതയാണ്. നബിയെ, അങ്ങ് സന്മാർഗത്തിന്റെ മീതയാണ്. അലാ സിറാത്തിൻ മുസ്തഖീം, അതുകൊണ്ട് അങ്ങ് പിഴക്കില്ല. മുസ്തഖീം, നമ്മളൊരു രാജ്യത്തിന്റെ ഒരു 2 പ്ലേസുകളുടെ ഡിസ്റ്റൻസ് നോക്കിയാൽ, ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും സ്ട്രൈറ്റ് ആയി പോകുന്ന ലൈനായിരിക്കും. ഇപ്പൊ എന്റെ ഈ സ്റ്റേജിന്റെ ഇവിടെ പോയിന്റ് നിന്ന് ഡോറിലേക്കുള്ള വഴി അന്വേഷിച്ചാൽ ഇങ്ങനെ വളഞ്ഞു പോകുന്നതിനേക്കാളൊക്കെ ഏറ്റവും സ്ട്രൈറ്റ് മുസ്തഖീമായ വഴിയാണ്. ഇതാണ് ഏറ്റവും ഷോർട്ടസ്റ്റ് വേ. ഏറ്റവും ഷോർട്ടസ്റ്റ് എന്ന് പറഞ്ഞത് നേർക്ക് നേരെ നിൽക്കുന്ന രേഖയാണ്. അലാ സിറാത്തിൻ മുസ്തഖീം, നേർവഴിയിലാണ് നബിയെ അങ്ങ്. അതുകൊണ്ടാണ് ഹദീസിൽ വന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് കേട്ടാൽ പിന്നെ നമ്മളവിടെ ബുദ്ധി എടുത്തു വെക്കുക, പിന്നെ തലച്ചോറ് മാറ്റിവെക്കണം. എന്റെ റസൂല് പറഞ്ഞതാണെന്ന് ബോധ്യപ്പെട്ടോ പിന്നെ അത് സ്വീകരിച്ചേക്കണം. അപ്പൊ എനിക്കത് തോന്നുന്നില്ലല്ലോ. അല്ലല്ലോ, നിന്റെ ബുദ്ധിയേക്കാളും കവച്ചു വെക്കുന്ന ബുദ്ധി നൽകപ്പെട്ടവരാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനാൽ നബി തങ്ങളുടെ മാർഗം സിറാത്തുൽ മുസ്തഖീമാണെന്ന് പരിശുദ്ധ ഖുർആൻ പറയാൻ കാരണം തങ്ങൾ പറഞ്ഞു നിങ്ങളത് എടുത്തേക്കണം. പിന്നെ അവിടെ മറ്റ് ചർച്ചകൾ ചെയ്ത് നിങ്ങൾ ഹദീസ് ദഈഫാക്കി മൗദൂആക്കി ചെയ്യാൻ നിൽക്കണ്ട. അത് സ്വഹീഹാണെന്ന് ബോധ്യപ്പെട്ടില്ലേ, അത് എടുത്തേക്കണം. ഒരുപാട് വിഷയങ്ങളുണ്ട്. അങ്ങനെ നമ്മൾ സൗകര്യങ്ങൾക്ക് മാറ്റിവെക്കുന്ന അവസ്ഥകളൊക്കെ ഉണ്ട്. അതങ്ങനെ ഉണ്ടാവരുത്. അലാ സിറാത്തിൻ മുസ്തഖീം.
തൻസീലൽ അസീസിർ റഹീം. അസീസും റഹീമുമായ ഒരുത്തൻ ഇറക്കി തന്നതാണിത്. തൻസീൽ എന്ന് പറഞ്ഞാൽ തന്നെ ആകാശത്ത് നിന്ന് വന്നതാണ് എന്ന് ബോധ്യപ്പെട്ടു. തൻസീൽ ആ ഒരൊറ്റ പ്രയോഗം മതി. ഇത് മേലെ നിന്ന് വന്നതാണ്, ഇത് ഭൂമിയിൽ ഉണ്ടായതല്ല. ഭൂമി എന്ന് മേലെ നിന്ന് വന്നു എന്ന സങ്കല്പം തന്നെ ഭൗതിക ലോകത്തെ സൃഷ്ടിക്കപ്പെട്ട ലോകത്തിന്റെ അപ്പുറത്ത് നിന്ന് ഖാലിഖ് സ്രഷ്ടാവ് ഇറക്കിയതാണെന്ന് അറിയിക്കാൻ തൻസീൽ ഇറക്കപ്പെട്ടതാണ്. നസ്സല എന്ന വാക്കിന്റെ ധാതുവാണ് തൻസീൽ. നസ്സല യുനസ്സിലു തൻസീലൻ ഫഹുവ മുനസ്സിലുൻ. പണ്ടൊക്കെ ദർസിൽ ഓതിയ ആൾക്കാർ ഫഅല ഫഅല ഫഅലു ഫഅലത ഫഅലത ഫഅൽത ഫഅൽത ഫഅൽതുമാ ഫഅൽതും ഫഅൽതി ഫഅൽതുമാ ഫഅൽതുന്ന. ചിലരൊക്കെ പറയും കുറച്ചു കാലൊക്കെ ദർസിൽ ഓതി ഈ ഫഅല ഫഅല എന്താണെന്ന് തിരിയാത്തതുകൊണ്ടാണ് ഞാൻ ദർസൊക്കെ വിട്ടെറിഞ്ഞു പോകുന്നത്. എന്താണ് ചൊല്ലുന്നതെന്ന് അറിയണ്ടേ? കുറെ അടി കിട്ടിയിട്ടുണ്ട്, കുറെ ഫഅല ഫഅല ചൊല്ലിയിട്ടുണ്ട്. ഈ ഫഅല ഫഅല എന്ന് പറഞ്ഞ സംഗതിയാ ഭാഷയുടെ അടിസ്ഥാനം. അത് മനസ്സിലായാൽ അത് എന്തിനാണ് ഇപ്പം ചൊല്ലുന്നത് ഉസ്താദ്മാർ പറഞ്ഞു കൊടുക്കണം. അത് വേറെ വിഷയം. എന്താ ഇപ്പം ഞാൻ ചൊല്ലുന്ന അറിഞ്ഞപ്പോൾ എന്ത് ചെയ്യും? എന്താണ് ഈ ഫഅല ഫഅല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം? സുബ്ഹാനല്ലാഹ്. ഒരു വാക്ക് കിട്ടിയാൽ അത് എങ്ങനെ പ്രയോഗിക്കണമെന്ന് പഠിപ്പിക്കുന്ന രീതിയാണത്. ഞാൻ പോയിന്നും അവൻ പോയിന്നും അവള് പോയിന്നും ഞങ്ങൾ എല്ലാവരും പോയിന്നും എങ്ങനെയാ പറയാ? അതിനൊരു ഉദാഹരണം പറയണ വാക്കാ ഫഅല. അത് വേറെ എന്തെങ്കിലും വാക്ക് വെച്ചാൽ മതി. ഫഅല എന്ന് പറഞ്ഞ ഒരു പണി ചെയ്തതേ ഉള്ളൂ. എന്താ ഫഅല? അതൊന്നും ബേജാറാവണ്ട. അത് ദഹബ ദഹബ എന്നായാലും കണക്കിന് ജലസ ജലസ എന്ന് പറഞ്ഞാലും ഏത് ധാതു പ്രയോഗിച്ചാലും അങ്ങനെ. അപ്പൊ ഈ അറബിന്റെ ഏറ്റവും വലിയ പ്രത്യേകത വാക്കുകളുടെ സിയാദത്തുൽ മബ്ന തദുല്ലു അലാ സിയാദത്തിൽ മഅന. ഒരു വാക്കിൽ അക്ഷരങ്ങൾ ഏറിക്കഴിഞ്ഞാൽ അതിന്റെ മഅന വർദ്ധിക്കുമെന്നാണ്. നസല എന്ന് പറഞ്ഞ ഇറങ്ങിയെന്നാണ്. തനാസല എന്ന് പറഞ്ഞാൽ രണ്ടുപേർ ഒരുമിച്ചൊരു വിഷയത്തിൽ താഴെ ഇറങ്ങി എന്ന് പറഞ്ഞാൽ ഞാൻ വിട്ടുതരാം, ഞാൻ വിട്ടുകളഞ്ഞു, ഞാൻ മാപ്പാക്കി തന്നു, ഞാൻ ഒഴിവാക്കി തന്നു, രണ്ടുപേരും പറഞ്ഞാൽ തനാസല. നസല എന്ന് പറഞ്ഞാൽ ഒരാൾ ഇറങ്ങിയേ വരുള്ളൂ. നസ്സല എന്ന് പറഞ്ഞാൽ അല്പാൽപമായി ഇറക്കി എന്നാണ് അർത്ഥം. നസ്സലഹു അലാ ഖൽബിക്, അങ്ങയുടെ കൽബിലേക്ക് അല്പാൽപമായി ഇറക്കിയത് അല്ലാഹുവാണ്. തൻസീൽ, ഈ ഖുർആൻ അല്പാൽപമായി ഇറങ്ങിയതാ. എവിടെ കിട്ടിയത്? തൻസീൽ എന്ന ഒറ്റ വാക്ക്. എന്തേ കാരണം? ഖുർആൻ ഇറങ്ങിയത് 23 വർഷം കൊണ്ടാണ്. ഖുർആൻ ഇറങ്ങിയത് ഒറ്റ കിതാബും കൊടുത്തതാണോ അല്ലാഹുവിന്റെ ഹബീബിന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? അല്ല, 23 വർഷം എടുത്തിട്ടാ ഖുർആൻ ഇറങ്ങുന്നത്. അങ്ങനെ അല്പാൽപമായി, സെഗ്മെന്റുകളായി, പോർഷൻ ബൈ പോർഷൻ അല്പാൽപമായിട്ട് ഇറങ്ങിയതാണ് എന്ന് ഈ ഒരൊറ്റ വാദ് പറയേണ്ടതിനൊക്കെ പകരം തൻസീൽ എന്നാണ് പറഞ്ഞാൽ ഇതൊക്കെ മനസ്സിലായി. ഇത് ഇറക്കപ്പെട്ടതാണ്, അത് ആകാശത്ത് നിന്ന് വന്നതാണെന്ന് ബോധ്യപ്പെട്ടു, അല്പാൽപമായി ഇറങ്ങിയതാണെന്നും ബോധ്യപ്പെട്ടു. നസല എന്ന് പറഞ്ഞാൽ അത് കിട്ടില്ല, ഇറങ്ങിയെന്നേ കിട്ടുള്ളൂ. ഒന്നിച്ചിറങ്ങിയാലും നസല എന്ന് പറയാം. നസ്സല തൻസീൽ, ഇത് അല്പാൽപമായി ഇറങ്ങിയതാണ്. ഇത് ഒറ്റടിക്ക് കൊടുത്തതല്ല. ഒരു കിതാബ് മുഴുവൻ അല്ലാഹുവിന്റെ റസൂലിന് കൊടുത്തിട്ട് ഇതാ ഖുറൈശികളെ ഇതുപോലത്തെ നിങ്ങൾ കൊണ്ടുവരിൻ അങ്ങനെയല്ല ചോദിച്ചത്. 23 കൊല്ലത്തെ സമയം തന്നിട്ടുണ്ട്, 23 വർഷത്തെ സാവകാശം തന്നിട്ടുണ്ടെന്ന് പരീക്ഷിച്ചു നോക്കി, കഴിഞ്ഞിട്ടില്ല. ഫഇല്ലം തഫഅലു വലൻ തഫഅലു ഫത്തഖുൻ നാറല്ലതി വഖൂദുഹാ അന്നാസ് വൽ ഹിജാറ. ഇനി നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ലേ, ഇനി ഖിയാമം വരെ കഴിയൂല. അതുകൊണ്ട് ഖുർആനുമായി മത്സരിക്കാൻ നിൽക്കല്ലേ. ഹഖ്, സത്യവും അസത്യവും ബോധ്യപ്പെട്ട് കഴിഞ്ഞു, ഹഖ് വിശ്വസിച്ചേക്കണം. തൻസീലൽ അസീസിർ റഹീം. അസീസ്, അഭിമാനിയായവൻ, അഭിമാനം നൽകുന്നവൻ അല്ലാഹുവാണ്. ഹിജാബ് ഒഴിവാക്കി അഭിമാനം ഉണ്ടാകുന്നൊരു പെണ്ണിന് തോന്നുകയാണ്. ഒന്ന് സഹോദരി, അള്ളാഹുവിന്റെ നിയമം സ്വീകരിക്കുമ്പോൾ അള്ളാഹു അല്ലേ ഇസ്സത്ത് തരുന്നത്. വലില്ലാഹിൽ ഇസ്സത്തു വലിറസൂലിഹി വലിൽ മുഅ്മിനീൻ. മുഅ്മിനീങ്ങൾക്കും അള്ളാഹുവിനും റസൂലിനും അല്ലേ ഇസ്സത്തുള്ളത്. ഇസ്സത്ത് വേണോ, അഭിമാനം വേണോ? അള്ളാഹു പറഞ്ഞ പോലെ ജീവിക്കൽ. ഇസ്സത്ത് വേണമെങ്കിൽ നമ്മൾ വിചാരിക്കുന്നു വലിയൊരു പുരണ്ടാക്കിയ നാട്ടിൽ ഭയങ്കര ഇസ്സത്ത് ഉണ്ടാവുന്നു. എങ്ങനെ പുരണ്ടാക്കിയത്? ലോൺ എടുത്തിട്ടാണ്, പലിശ പൈസക്കാണ് ഉണ്ടാക്കിയത്. ഒരഭിമാനം ഉണ്ടാവില്ല. അത് മനുഷ്യന്മാരെ അത് ബാങ്ക് പലിശയല്ലേ, ബാങ്കുകാർ എപ്പോഴാ ചാവി വാങ്ങി പോകണമെന്ന് പറയാൻ പറ്റൂല. മനുഷ്യന്മാരൊക്കെ പറഞ്ഞു നടക്കും. ഇത് വീടണമെങ്കിൽ മിനിമം 10 കൊല്ലം കഴിയേണ്ടി വരും. ഇത് 10 കൊല്ലം അഭിമാനം ഇല്ലാതെ പിന്നെ ഒരു അഭിമാനം എങ്ങനെ തിരിച്ചു വരാനാ? നമ്മൾ വിചാരിക്കുകയാണ് ഇതൊക്കെ. പെട്ടെന്ന് തീർത്തിട്ടില്ലെങ്കിൽ മാനക്കേടായി പോകില്ല. അള്ളാഹുവിന്റെ വഴിയിലാണോ നീ നിലകൊള്ളുന്നത്? അള്ളാഹുവിന്റെ പൊരുത്തത്തിലുള്ള പൈസ കൊണ്ടാണോ വരവെക്കുന്നത്? ഇൻഷാ അല്ലാഹ് ഇസ്സത്തെ പടച്ചവൻ തരുള്ളൂ. അള്ളാഹു അസീസാണ്. മനുഷ്യരുടെ മനസ്സിലേക്ക് നമ്മെ പറ്റി ഒരു മതിപ്പ് കൊടുക്കുന്നത് അള്ളാഹുവാണ്.
അസീസാണ് അള്ളാഹു. ആ അള്ളാഹു ഇസ്സത്ത് നൽകാൻ വേണ്ടി ആ ഖുർആൻ ഇറക്കിയത്. ഇതനുസരിച്ച് ജീവിക്കും. ഇനി എന്തൊക്കെയാ പറയാൻ പോകുന്നത്? ഇത് ഖുർആന്റെ ആമുഖമാണ്, യാസീന്റെ ആമുഖമാണ്. എന്തൊക്കെയാണ് വരാൻ പോകുന്ന വിഷയങ്ങൾ, അതിലേക്കുള്ള സൂചനകൾ അള്ളാഹു നൽകുകയാണ്. നിങ്ങൾക്ക് ഇസ്സത്ത് തരാൻ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്, ഇങ്ങനെ ചെയ്യും. അർ-റഹീം, കാരുണ്യവാൻ ഇറക്കി തന്നതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് കരുണ വേണോ? ഞാൻ ഈ പറഞ്ഞതുപോലെ ജീവിക്കും ഇൻഷാ അല്ലാഹ്. അതിൽ ആശ്വാസം ഉണ്ടാവും, മനസ്സമാധാനം ഉണ്ടാവും. തെറ്റ് ചെയ്യാതെ ജീവിക്കുന്ന ആളുകൾക്ക് ഭയങ്കര സമാധാനം ഉണ്ടാവും. നമ്മൾ ഈ ഒളിച്ചുകളി നടത്തുന്ന ആൾക്കാർക്ക് എപ്പോഴും പേടിക്കണം. പടച്ചോനെ എപ്പോഴാണ് ഞാൻ പേടുക അല്ലേ? എപ്പോൾ നാട്ടിൽ പോവുകയാണെങ്കിലും എംബിക്കേഷനിൽ എത്തുമ്പോൾ കാല് പറക്കാൻ തുടങ്ങും. പാസ്പോർട്ടൊക്കെ ക്ലിയർ ആണെങ്കിൽ എന്തിനാ പേടിക്കേണ്ട കാര്യം? അല്ലാതെ എപ്പോൾ പേടിച്ച് നടക്കണ്ടേ? റബ്ബേ, ലഗേജൊക്കെ ഉണ്ട്, പിടിച്ച് എന്നെ ഉള്ളിൽ കൊണ്ടുപോകുമെന്ന് അറിയില്ല. എന്തിനാ പേടിക്കുന്നത്? എന്തോ ഒരു തട്ടിപ്പോടെ ചെയ്തിട്ടുണ്ടെന്ന് അതിനർത്ഥം. ഒന്നും ചെയ്യാത്തവനൊന്നും പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. തെറ്റിന് അള്ളാഹു ദുന്യാവിൽ തരുന്ന ശിക്ഷയാണതെന്ന. എന്ത് തെറ്റ് ചെയ്താലും ഒരു കുറ്റബോധം മരണം വരെ പിടികൂടുന്നതാണ്. വ്യഭിചരിച്ചവന് മരണം വരെ കുറ്റബോധം പിടികൂടും. തൗബ ചെയ്ത് അള്ളാഹ് പുറത്തു കൊടുത്തിട്ടുണ്ടാവും. എന്നാലും ആ തെറ്റിനൊരു ശിക്ഷ റബ്ബ് ഇവിടെ തരും. മരണം വരെ. പടച്ചോനെ ഞാനത് ചെയ്തല്ലോ. കള്ളു കുടിച്ചവന് അന്ന് കുടിച്ചു പോയി റബ്ബെ പഠിക്കണ കാലത്ത്. പക്ഷേ അത് തെറ്റാണെന്ന് ബോധ്യപ്പെട്ട് ചെയ്തതാണോ, മരണം വരെ ആ ചിന്ത, ഓർമ്മകൾ ഇവനെ വേട്ടയാടിക്കൊണ്ടിരിക്കും. തെറ്റുകൾക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് സമാധാനം വേണോ, നിങ്ങൾ തെറ്റ് നകന്നുകൊണ്ട് ജീവിക്കും. നിങ്ങളുടെ മനസ്സിന് നല്ല ആശ്വാസം ഉണ്ടാവും. നിങ്ങളുടെ റൂഹിന് സമാധാനം വേണോ, റഹ്മത്ത് തരുന്നവൻ അല്ലാഹുവാണ്. ഇസ്സത്ത് വേണോ, അസീസ് അല്ലാഹുവാണ്. തൻസീൽ അൽ അസീസുർ റഹീം. അല്ലാഹുവിന്റെ ഈ കലാം നിങ്ങൾ സ്വീകരിച്ച് ജീവിക്കും ഇൻഷാ അല്ലാഹ്. സമാധാനമല്ലേ വേണ്ടത്? ഗ്യാരണ്ടീഡ്. അല്ലാഹു തആല അത് നൽകാനാണ് ഇനിയുള്ള ആയത്തുകൾ ചർച്ച നടക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇസ്സത്തും റഹ്മത്തും എമ്പാടും അല്ലാഹു നൽകുമാറാകട്ടെ. യാസീൻ പഠിക്കണം, അത് ജീവിതത്തിൽ പകർത്തണം, അത് ഓതണം, അതിന്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കണം. എല്ലാറ്റിനും അല്ലാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല യാസീനിന്റെ മഹത്വം കൊണ്ട് നമ്മുടെ രാവിലും പകലിലും അല്ലാഹു ആശ്വാസവും നമ്മുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അല്ലാഹു നീക്കി തന്ന സലാമത്തോടെ നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه على كل حال. اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه. അർഹമർ റഹീമായ റബ്ബേ, ഞങ്ങൾ പറഞ്ഞതും കേട്ടതും സ്വീകരിക്കണേ തമ്പുരാനെ. നീ കബൂലാക്കണേ തമ്പുരാനെ. നീ സ്വീകരിക്കണമേ അല്ലാഹ്. അർഹമർ റഹീമായ റബ്ബേ, ഞങ്ങൾ ഓരോരുത്തരുടെ ദുആ ചെയ്യാൻ വസിയത്ത് ചെയ്ത ഈ ദുആ വസിയത്തുകളെ അല്ലാഹു ഉദ്ദേശിച്ച എന്തെല്ലാം നിയ്യത്തുകളാണോ അതൊക്കെ നീ സഫലമാക്കി കൊടുക്കണമേ അല്ലാഹ്. അല്ലാഹു, ഞങ്ങൾ ഓരോരുത്തരും മനസ്സിൽ ഒരുപാട് ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും നിയ്യത്തുകളും ഉള്ളവരാ റബ്ബേ. ഞങ്ങളുടെ ഖൽബിനുള്ളിലെ നിയ്യത്തുകളെ നീ സഫലമാക്കണേ അല്ലാഹ്. നിന്റെ വചനങ്ങൾ പറയപ്പെടുകയും നിന്നെ സംബന്ധിച്ച് ചിന്തിക്കുകയും ചെയ്യുന്ന മജ്‌ലിസ് നിനക്ക് ഇഷ്ടമാണല്ലോ പടച്ചവനെ. ഞങ്ങളുടെ മജ്‌ലിസ് നീ ഖബൂലാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഞങ്ങളോടൊപ്പം നിന്റെ മലായികത്തുകൾ ആമീൻ ചൊല്ലുമല്ലോ പടച്ചവനെ. ഞങ്ങളുടെ ദുആനെ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങൾ ഓരോരുത്തരും ചെയ്തു കൂട്ടി ചെറുതും വലുതുമായി തെറ്റുകൾ മാപ്പ് തരണേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ പുറത്തു തരണമേ തമ്പുരാനെ. ഞങ്ങളെല്ലാവർക്കും മാപ്പ് തരണേ റബ്ബേ. ഉസ്താദുമാർക്ക് പുറത്തു കൊടുക്കണേ റഹ്മാനെ. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കണേ റബ്ബേ. ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചുപോയവർക്കും പുറത്തു കൊടുക്കണേ റഹ്മാനെ. അല്ലാഹു, സദസ്സിലുള്ള എല്ലാവർക്കും പുറത്തു തരണേ റബ്ബേ. രോഗികളായി കിടക്കുന്നവരുണ്ട് റബ്ബേ. സദസ്സിലുള്ള അവരുടെ ജ്യേഷ്ഠന്മാർ, അവരുടെ ബന്ധുക്കൾ, ഉമ്മമാർ, മാതാപിതാക്കൾ, മക്കൾ രോഗികളുണ്ട് റഹ്മാൻ. അവർക്കൊക്കെ ശിഫ കൊടുക്കണമേ അല്ലാഹ്. അർഹമർ റഹീമായ റബ്ബേ, നിന്റെ പരീക്ഷണത്തിന്റെ ലോകത്താ റബ്ബേ ഞങ്ങൾ ജീവിക്കുന്നത്. പക്ഷേ അതൊക്കെ സഹിക്കാനുള്ള കരുത്ത് ഞങ്ങൾക്ക് നൽകണമേ അല്ലാഹ്. ഇസ്സത്തിന്റെയും റഹ്മത്തിന്റെയും ഉറവിടം നീയാണല്ലോ പടച്ചവനെ. നീ ഇസ്സത്തും റഹ്മത്തും തരണമേ തമ്പുരാനെ. ഞങ്ങളുടെ ഭാര്യമാരിൽ, മക്കളിൽ, സഹോദരിമാരുടെ ഭർത്താക്കന്മാരെല്ലാം നീ കൺകുളിർമയെ തരണേ പടച്ചവനെ. അല്ലാഹു, ഞങ്ങളുടെ ജോലിയിൽ ഞങ്ങൾക്ക് സന്തോഷം തരണേ റബ്ബേ. കച്ചവടങ്ങളിൽ സന്തോഷം തരണേ റഹ്മാനെ. ഖൈറിൽ നീ വർദ്ധിപ്പിച്ച് തരണമേ അല്ലാഹ്. കച്ചവട സ്ഥാപനങ്ങളിൽ ഖൈർ നൽകണേ പടച്ചവനെ. ജോലി ചെയ്യുന്ന ആളുകളിൽ നീ ഖൈർ ചെയ്യണേ പടച്ചവനെ. ഞങ്ങൾ ആരുടെ കീഴിൽ ജോലി ചെയ്യുന്നവർക്ക് ഞങ്ങളോട് കാരുണ്യം തോന്നിപ്പിക്കണമേ തമ്പുരാനെ. റഹ്മാൻ റഹീമായ റബ്ബേ, അല്ലാഹുവേ, മക്കൾ സ്വാലിഹീങ്ങളായ മക്കളെ തരണേ റബ്ബേ. മക്കളില്ലാതെ വിഷമിക്കുന്നവരുണ്ട് റഹ്മാനെ. കൺകുളിർമയെ മക്കളെ കിട്ടാൻ കൊതിക്കുന്നവരുണ്ട് റബ്ബേ. ഈ സദസ്സിലുള്ള സഹോദരന്മാരും സഹോദരിമാരും മക്കളുണ്ടാവാൻ കൊതിക്കുന്നവർക്ക് റഹ്മാനെ സ്വാലിഹീങ്ങളായ മക്കളെ കൊടുക്കണേ റബ്ബേ. ആ മക്കളുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം റബ്ബേ, മക്കളൊക്കെ എന്തായിത്തീരുമെന്ന ബേജാറിലാണ് പടച്ചവനെ. ഞങ്ങളുടെ മക്കളൊക്കെ നന്നാക്കണേ റബ്ബേ. വഴിതെറ്റിപ്പോകാതെ കാക്കണേ റഹ്മാനെ. അഞ്ചുനേരം നിസ്കരിക്കുന്നവർ നീ പറഞ്ഞതുപോലെ വഴി നീ പറഞ്ഞതിന് കേട്ട് നടന്ന് അനുസരിച്ച് നടന്ന് അല്ലാഹു തെറ്റിലേക്ക് പോകാതെ വഴികേടിലായി പോകാത്ത അവസ്ഥയിൽ ഞങ്ങളുടെ മക്കളെ നീ കാത്തു രക്ഷിക്കണം തമ്പുരാനെ.
അല്ലാഹു ഞങ്ങളുടെ മക്കൾക്ക് സൽബുദ്ധി നൽകണേ റബ്ബേ. നമ്മുടെ പഠനങ്ങളിൽ ഉന്നത വിജയം നൽകണേ പടച്ചവനെ. റഹ്മാനായ റബ്ബേ, പ്രസവം എടുത്തിരിക്കുന്ന സഹോദരിമാർക്ക് സുഖപ്രസവം നൽകണേ പടച്ചവനെ. പ്രയാസങ്ങൾ നീക്കി കൊടുക്കണമേ റഹ്മാനെ. ഹോസ്പിറ്റലിൽ കഴിയുന്ന ആളുകൾക്ക് റഹ്മാനെ നീ സലാമത്ത് നൽകണേ അല്ലാഹുവേ. ജീവിതത്തിൽ മാരകങ്ങളായ രോഗങ്ങൾ ഞങ്ങൾ ആരെയും പരീക്ഷിക്കരുതേ ഒരു ക്യാൻസറോ ട്യൂമറോ മറ്റെന്തെങ്കിലും ഉണ്ട് എന്നറിഞ്ഞാൽ കഴിഞ്ഞു റബ്ബേ ഞങ്ങളുടെ സന്തോഷം. പടച്ച തമ്പുരാനെ, അല്ലാഹു ഞങ്ങൾ ഓരോരുത്തരുടെ ശരീരത്തിൽ എന്തെല്ലാം മാരക രോഗങ്ങളുടെ അണുക്കളോ വൈറസുകളോ ഉണ്ടോ അല്ലാഹു അതെല്ലാം തുടച്ച് നീക്കി ആഫിയത്ത് ഞങ്ങൾക്ക് പൂർത്തിയാക്കി തരണം തമ്പുരാനെ. അല്ലാഹുവേ, പരിപൂർണ്ണ ആഫിയത്ത് ഞങ്ങൾ നിന്നോട് ചോദിക്കുകയാണ്. നീ ഞങ്ങൾക്ക് തന്ന ആരോഗ്യം തിരിച്ചു കൊണ്ടുപോകല്ലേ തമ്പുരാനെ. നീ ഞങ്ങൾക്ക് തന്ന സമ്പാദ്യം തിരിച്ചു കൊണ്ടുപോകല്ലേ റബ്ബേ. നീ ഞങ്ങൾക്ക് തന്ന കുടുംബത്തിൽ ആശ്വാസം തിരിച്ചു കൊണ്ടുപോകല്ലേ പടച്ചവനെ. ഈ നാട്ടിലും ജോലിയിലും കച്ചവടത്തിലും നിങ്ങൾക്ക് തരുന്ന ആശ്വാസം തിരിച്ചു കൊണ്ടുപോകല്ലേ പടച്ചവനെ. اللهم إنا نعوذ بك من زوال نعمتك وتحول عافيتك وفجاءة نقمتك وجميع سخطك يا الله. പടച്ചവനെ, കുടുംബങ്ങളിൽ സന്തോഷമുണ്ടാക്കണേ റബ്ബേ. ഭാര്യ ഭർത്താക്കന്മാരുടെ മനസ്സിൽ തമ്മിൽ ഇണക്കമുണ്ടാക്കണേ റബ്ബേ. മക്കളും മാതാപിതാക്കളും തമ്മിൽ സ്നേഹത്തിലാക്കണേ പടച്ചവനെ. അല്ലാഹുവേ, ജ്യേഷ്ഠാഞ്ചന്മാരും പെങ്ങന്മാരും തമ്മിൽ സ്നേഹത്തിലാക്കണേ റബ്ബേ. അല്ലാഹുവേ, കൂട്ടായി കച്ചവടം തുടങ്ങിയ ആളുകൾ തമ്മിൽ സ്നേഹത്തിലാക്കണേ പടച്ചവനെ. അല്ലാഹുവേ, ബന്ധുക്കളും സുഹൃത്തുക്കളും കൂട്ടുകാരും തമ്മിൽ മാനസികമായി ഇണക്കമുണ്ടാക്കണേ റബ്ബേ. അല്ലാഹുവേ, പിശാചിന് ഇഷ്ടമുള്ള രീതിയിൽ നിനക്ക് വെറുപ്പുള്ള രീതിയിൽ ഭിന്നിപ്പിക്കുവാനും ഹൃദയങ്ങളെ വേദനിപ്പിക്കാനും ആരൊക്കെ ശ്രമിക്കുന്നുണ്ടോ അവർക്കൊക്കെ സൽബുദ്ധി കൊടുത്ത് സ്നേഹം പകരം നൽകണേ തമ്പുരാനെ. റഹ്മാനായ അല്ലാഹുവേ, യാ അല്ലാഹ്, ഞങ്ങൾ ചോദിച്ചതും ചോദിക്കാൻ വിട്ടുപോയതും മറന്നുപോയതുമായ സർവ്വ ഖൈറും നീ ഞങ്ങൾക്ക് നൽകണേ റബ്ബേ. ഞങ്ങൾ നിന്നോട് കാവൽ ചോദിച്ചതും കാവൽ ചോദിക്കാൻ മറന്നുപോയതുമായ സർവ്വ ഷർറും ഞങ്ങളെ കാക്കണേ പടച്ചവനെ. അല്ലാഹു, ഞങ്ങളുടെ പെൺകുട്ടികൾക്ക് വിവാഹപ്രായം എത്തിയവർക്ക് യോജിച്ച ഇണകളെ കൊടുക്കണേ അല്ലാഹ്. വിവാഹം ചെയ്യാൻ പോകുന്ന ചെറുപ്പക്കാർക്ക് ദീനിൽ അവരെ സഹായിക്കുന്നവർ ഇണകളായി കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, കുടുംബ സംബന്ധമായ പ്രയാസങ്ങളിൽ ഒരുപാട് കാലമായി പ്രയാസത്തിൽ കഴിയുന്ന ആളുകളുണ്ട് റബ്ബേ. അവർക്ക് നീ പരിഹാരം കൊടുക്കുന്ന തമ്പുരാനെ. അല്ലാഹുവേ, നീ അവർക്ക് പരിഹാരം കൊടുക്കണേ റബ്ബേ. ഹൃദയങ്ങൾ തമ്മിൽ ഒരുമിപ്പിക്കണേ തമ്പുരാനെ. പിണങ്ങിയവരെ തമ്മിൽ ഇണക്കണേ റഹ്മാനെ. പിശാചിന്റെ സ്വാധീനം കുടുംബങ്ങളിൽ ഉണ്ടാവാതെ കാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ വീടുകൾ നിസ്കാരവും ദിക്റും സ്വലാത്തും നന്മകൾ വിളയുന്ന വീടാക്കണേ പടച്ചവനെ. റഹ്മാനായ റബ്ബേ, ഈ സദസ്സിലേക്ക് ഞങ്ങൾക്ക് വരാൻ നീ അവസരം നൽകിയതുപോലെ നാളെ നിന്റെ സ്വർഗത്തിലേക്ക് കിടക്കാൻ ഞങ്ങൾക്ക് അവസരം തരണേ അല്ലാഹുവേ. ഞങ്ങൾക്ക് നീ അവസരം തരണേ റബ്ബേ. ഹജ്ജിനും ഉംറക്കും സിയാറത്തിനും ഞങ്ങൾക്ക് അവസരം നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങൾക്ക് പകരക്കാരായി പോകുന്ന ഒരുപാട് ഹജ്ജാജിമാർ, അവർക്കൊക്കെ നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ ഓർമ്മിപ്പിക്കണേ പടച്ചവനെ. അവരുടെ ഇബാദത്തുകൾ നീ കബൂലാക്കണേ അല്ലാഹ്. അവരൊക്കെ ലോക മുസ്ലിമീങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുമ്പോൾ കൂട്ടത്തിൽ ഞങ്ങളെയും കൊടുത്തണേ റഹ്മാനെ. റഹ്മാനായ റബ്ബേ, ഈ സെന്ററും ഇതിന്റെ ഭാരവാഹികളും ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നവർ, ഇവിടുത്തെ ദീനീ പ്രവർത്തകന്മാർ, KSF-ന്റെയും സമസ്തയുടെയും ഒരുപാട് പ്രവർത്തകന്മാർ, ഇവിടെ കഴിഞ്ഞു പോയവർ, ഞങ്ങളുടെ ഉസ്താദന്മാർ, പ്രത്യേകിച്ച് വല്ലാർ ഉസ്താദ് ഇപ്പം നാട്ടിലാണ്. അല്ലാഹുവേ, നാട്ടിലുള്ളവർ, ഇവിടെയുള്ളവർ, മരിച്ചുപോയ ആളുകൾ, നന്മയ്ക്ക് വേണ്ടി ആരെല്ലാം ഒരുമിച്ച് കൂടിയിട്ടുണ്ടോ, ആരെല്ലാം നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ടോ, ഈ പ്രസ്ഥാനവുമായി എളുപ്പത്തിലായിട്ടുണ്ടോ, അവരെല്ലാവരെയും ഞങ്ങളെല്ലാവരെയും പടച്ച റബ്ബേ നിന്റെ സ്വർഗത്തിലേക്ക് ചേർക്കണേ റഹ്മാനെ. അല്ലാഹു, ഞങ്ങളെ നീ മരിക്കുന്ന സമയം ഒരു നന്മ ചെയ്തുകൊണ്ടിരിക്കുക ആക്കി തരണേ റബ്ബേ. ഒരു തെറ്റിലും തിന്മയിലും ചെന്ന് പെടാതെ കാക്കണേ പടച്ചവനെ. അല്ലാഹുവേ, തിന്മയിൽ ചെന്ന് പെടാതെ കാക്കണേ അല്ലാഹ്. ഒരു വ്യഭിചാരത്തിന്റെയോ മദ്യപാനത്തിന്റെയോ അവസരം ഞങ്ങൾക്ക് വരാതെ നീ കാക്കണേ പടച്ചവനെ. അത്തരം തിന്മകളിലേക്ക് കൊണ്ടുപോകുന്ന കൂട്ടുകാരിൽ ചെന്ന് പെടാതെ കാക്കണേ അല്ലാഹ്. മക്കളെ നീ കാക്ക റബ്ബേ. ആൺമക്കളും പെൺമക്കളും കാക്കണേ പടച്ചവനെ. കണ്ടവരുടെ കൂടെ ഇടങ്ങിപ്പോവുകയോ ഓടിപ്പോവുകയോ ചാടിപ്പോവുകയോ ചെയ്യുന്ന കഥകളൊന്നും ഇനി ഈ സമൂഹത്തിൽ ഉണ്ടാവാതെ നീ കാക്കണേ പടച്ചവനെ. റബ്ബേ, നാട്ടിലുള്ള ഞങ്ങളുടെ കുടുംബത്തിൽ നല്ല ബോധം നൽകണേ റബ്ബേ. അല്ലാഹുവേ, അവരെ പഴപ്പിക്കാൻ നോക്കുന്ന ആളുകളെ നീ പിടിച്ചു വെക്കണേ റഹ്മാനെ. അല്ലാഹു, അവർക്ക് നന്മയും ഖൈറും നീ വർദ്ധിപ്പിക്കണേ റബ്ബേ. നിന്നെക്കുറിച്ചുള്ള ബോധം കൊടുക്കണേ പടച്ചവനെ. അല്ലാഹുവേ, നിർബന്ധ സാഹചര്യത്തിൽ കുടുംബത്തെ നാട്ടിലാക്കി ഇവിടെ ജോലിക്ക് കഴിയുന്ന ഒരുപാട് ആളുകളുണ്ട് റബ്ബേ. മനസ്സ് വേദന കൊണ്ട്, അകൽച്ചയിൽ വേദന കൊണ്ടാണ് പടച്ചവനെ. കുടുംബവുമായി യോജിക്കാനുള്ള വഴി നീ എളുപ്പമാക്കി കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, കുടുംബത്തോടുള്ള ഭാവത്തിൽ നീ അവർക്ക് പകരക്കാരനായി നിൽക്കണേ അല്ലാഹ്. മക്കളെ നീ കാക്കണം റഹ്മാനെ. ക്യാമ്പസുകളിലും അതുപോലെ കോളേജുകളിലും ഹോസ്റ്റലുകളിലും പഠിക്കുന്ന മക്കളെ നീ കാക്കണേ പടച്ചവനെ.
ആപത്തുകൾ ചെന്ന് ചെടാതെ കാക്കണേ പടച്ചവനെ. അല്ലാഹുവേ അധ്യയന വർഷം ആരംഭിച്ചിരിക്കുകയാണ് റബ്ബേ. മക്കൾക്കൊക്കെ നല്ല പഠനവും നല്ല ബുദ്ധിയും നല്ല അച്ചടക്കവും നല്ല വിദ്യാഭ്യാസവുമുള്ള മക്കളാക്കി വളർത്തണേ റഹ്മാനെ. ദുനിയാവിലും ആഖിറത്തിലും ഉപകാരപ്പെടുത്തണേ അല്ലാഹ്. പടച്ചവനെ നിന്റെ പരിശുദ്ധമായ സൂറ യാസീൻ നിന്റെ കലാമിന്റെ ഖൽബാണല്ലോ റബ്ബേ, ഹൃദയമാണല്ലോ പടച്ചവനെ. അത് ധാരാളം ഓതാനും പാരായണം ചെയ്യാനും പഠിക്കാനും അല്ലാഹു ഞങ്ങൾക്ക് എല്ലാവർക്കും എന്നും തൗഫീഖ് തരണം പടച്ചവനെ. നിന്റെ കലാമുമായുള്ള ബന്ധം എന്നും നിലനിർത്തണേ പടച്ചവനെ. അല്ലാഹുവേ ഞങ്ങളുടെ സഹോദരങ്ങൾ ഓൺലൈനായിട്ട് ബൈലക്സ് മെസ്സഞ്ചറിലൂടെ ഈ പരിപാടി തത്സമയം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് മുഅ്മിനീങ്ങൾ, മനസ്സുകൊണ്ട് ഞങ്ങളോടൊപ്പമുള്ളവർ, ശരീരം കൊണ്ട് വിവിധ രാജ്യങ്ങളിലുള്ള ആളുകൾ ഈ സമയം ഞങ്ങളോടൊപ്പം ഇത് കേൾക്കുകയോ ഞങ്ങളോടൊപ്പം ദുആ ചെയ്യുകയോ ചെയ്ത എല്ലാ മുഅ്മിനാത്തുകൾക്കും അല്ലാഹ് ഞങ്ങളുടെ ചോദിച്ചതിൻ്റെ എല്ലാ ഖൈറും അവർക്കും നൽകണേ പടച്ചവനെ. അതിൻ്റെ അഡ്മിനുമാരായ ഉസ്താദന്മാർ, നേതാക്കന്മാർ, അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവർ, നന്മ പ്രചരിപ്പിക്കാൻ ആരെല്ലാം പരിശ്രമിക്കുന്നുണ്ടോ അവർക്കൊക്കെ ഇനി കരുത്ത് പകരണേ പടച്ചവനെ. അല്ലാഹു ഈ മുസ്ലിം ഉമ്മത്തിനെ ഇസ്സത്തിലാക്കല്ലാ. ലോകത്തെ പ്രയാസങ്ങൾ വർദ്ധിക്കുകയാണ് റബ്ബേ, മുസീബത്തുകൾ കൂടുകയാണ് പടച്ചവനെ. ലോകത്തെ അസ്വസ്ഥതയുള്ള വാർത്തകൾ വർദ്ധിക്കുകയാണ് പടച്ചവനെ. മുസ്ലിം രാജ്യങ്ങൾക്ക് സമാധാനം നൽകണേ റബ്ബേ, ആശ്വാസം നൽകണേ റബ്ബേ. അല്ലാഹു നിലകൊള്ളുന്ന ഈ നാട് اللهم اجعل هذا البلد آمنا مطمئنا رخاء سخاء وسائر بلاد العالمين وسائر بلاد المسلمين وسائر بلاد المسلمين. الله ലോക മുസ്ലിമീങ്ങൾക്ക് സമാധാനം നൽകണേ റബ്ബേ. അല്ലാഹുവേ ലോക മുസ്ലിമീങ്ങൾക്ക് ഫറജിന്റെ വാതിൽ നീ തുറന്നു തരണേ റബ്ബേ. അല്ലാഹുവേ ദുൽമ വർദ്ധിക്കുന്ന കാലത്താണ് ഞങ്ങളുടെ ഇമാമും ഖലീഫയുമായി മഹാനായ മഹ്ദി റളിയല്ലാഹു അൻഹു വരാൻ പോകുന്നത്. യാ അല്ലാഹ്, ആ മഹാനുഭാവൻ ഈ ലോകത്തിന്റെ ഖിലാഫത്ത് ഏറ്റെടുക്കുന്ന സമയം ഞങ്ങൾ ജീവനോടെ ബാക്കിയുണ്ടെങ്കിൽ അവരുടെ സംഘത്തിൽ ചേരാൻ ഞങ്ങൾ തൗഫീഖ് തരണേ പടച്ചവനെ. അല്ലാഹു ഈ ഉമ്മത്തിനെ നീ ഏറ്റെടുക്കണേ അല്ലാഹ്, ഉമ്മത്തിനെ നീ ഏറ്റെടുക്കണേ പടച്ചവനെ. ശത്രുക്കളിൽ നീ കാക്കണേ റബ്ബേ. നമ്മുടെ ചെറുപ്പക്കാരെ കാക്കണേ റബ്ബേ, നമ്മുടെ ചെറുപ്പക്കാരികളെ കാക്കണേ റബ്ബേ. നാളെ ആഖിറം നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് എത്താതെ എല്ലാവരും നീ കാത്തുരക്ഷിക്കണം തമ്പുരാനെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. وآخر دعوانا الحمد لله رب العالمين. بحق صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.